നമ്മുടെ മധ്യേ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഒരുമിച്ച് നല്ല കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ആ കർത്താവിൻ്റെ നാമത്തെ പാടി ഉയർത്തുവാനും സർവ്വകൃപാലുവായി ദൈവം നമുക്കൊരുക്കി തന്ന നല്ല അവസരത്തിനായി, നല്ല സാവകാശത്തിനായി മടികൂടാതെ നമുക്ക് നല്ല കർത്താവിനെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. സ്തുതി ഉയരട്ടെ, ആരാധനയുടെ സ്വരമുയരട്ടെ. പൈശാചിക മണ്ഡലങ്ങൾ തകരും വിധത്തിൽ മനുഷ്യനും പിശാചും, ദുഷ്ടമനുഷ്യനും പിശാചും ഭയപ്പെടും വിധത്തിൽ, അടിസ്ഥാനങ്ങൾ ഇളകും വിധത്തിൽ സ്തുതി സ്തോത്രം ഉയരട്ടെ. എല്ലാ അധരങ്ങളും ഒരു നിമിഷം കർത്താവിനെ സ്തുതിച്ചാട്ടെ. കരങ്ങൾ തട്ടി അന്യഭാഷകളിൽ നല്ല കർത്താവിനെ സ്തുതിച്ചു മഹത്വപ്പെടുത്തിയാട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ലോകം ലജ്ജിക്കും വിധത്തിൽ, ദുഷ്ടമനുഷ്യർ ലജ്ജിക്കും വിധത്തിൽ, പിശാച് നാണിച്ചു തല താഴ്ത്തും വിധത്തിൽ അങ്ങയുടെ മക്കൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വം കൊടുക്കുന്നു. നന്ദി കർത്താവേ, നന്ദി യേശുവേ. ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഒരു നിമിഷം ഹൃദയത്തെ കർത്താവിൻ്റെ സന്നിധിയിൽ പകർന്നുകൊണ്ട് സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് നമ്മെ കരം പിടിച്ച് നടത്തിയ നല്ല കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. പ്രതീക്ഷകളുടെ പുതിയ വാതിലുകൾ, വാതായനങ്ങളെ നമുക്ക് മുമ്പിൽ തുറന്നു തന്ന നല്ല കർത്താവിനെ ഒരുമിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്ന ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്ന കർത്താവേ. അങ്ങയുടെ നാമം മാത്രം ഉയരുന്ന, സ്വർഗം പ്രസാദിക്കുന്ന, ഞങ്ങളുടെ ജീവിതങ്ങൾ സമൃദ്ധി കൊണ്ട് നിറയപ്പെടുന്ന നല്ലൊരു സമയമായി ഈ സമയത്തെ അങ്ങ് മാറ്റുന്ന കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. പ്രാർത്ഥനയുടെ പ്രതീക്ഷയോടെ ഒപ്പമായിരിക്കുന്ന നിങ്ങളെ ഓർത്ത് നല്ല കർത്താവിനെ സ്തുതിക്കുന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ലൈവിൽ ഞങ്ങളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, തുടർന്ന് ഞങ്ങളെ വീക്ഷിക്കുവാൻ പോകുന്ന നിങ്ങളെ ഓർത്ത് നല്ല കർത്താവിനെ സ്തുതിക്കുന്നു. നല്ല കർത്താവിൻ്റെ നാമം നിങ്ങളിൽ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലൂടെ മഹത്വപ്പെടുമാറാകട്ടെ. വലിയ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ. അല്പസമയത്തെ വചന ധ്യാനത്തിനായി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഒരു വാക്യം ഞാൻ വായിക്കട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം 17-ാമത്തെ വാക്യം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം 17-ാമത്തെ വാക്യം. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. ഒരു നിമിഷം കൂടെ തലകളമണങ്ങാം, പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ഉള്ളം കൊണ്ട് സ്തോത്രം. ചില ആയുധങ്ങളാൽ മുറിവേറ്റായിരിക്കുന്നവർ, ചില ആയുധങ്ങൾ എന്നെ തകർത്ത് കളയും എന്ന് ചിന്തിച്ച് ഭയപ്പെട്ടായിരിക്കുന്നവർ, ശത്രുവിനെ ബലപ്പെടുത്തുന്ന, ശത്രുവിനെ ബലവാനാക്കി തീർക്കുന്ന ആയുധങ്ങൾക്ക് മുമ്പിൽ ഭയന്നായിരിക്കുന്നവർ, ഒരു നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. വിശ്വസ്തനെ, നല്ല കർത്താവേ, അങ്ങയുടെ നാമം ഉയരുവാൻ തക്കവണ്ണം ഈ നല്ല സമയം അങ്ങയുടെ നാമം മാത്രം ഉയരുവാൻ തക്കവണ്ണം ശത്രുവുണ്ടാക്കുന്ന ആയുധങ്ങളും തകർക്കപ്പെടുന്ന ഞങ്ങൾ ശ്രേഷ്ഠകരമായ അനുഭവങ്ങളെ കാണുന്ന നല്ല പകൽക്കാലമാക്കി ഈ സമയത്തെ അങ്ങ് തീർക്കണമേ. ആയിരിക്കുന്ന ഓരോ ജനത്തെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, അകത്തും പുറത്തും അത്ഭുതങ്ങളെ അങ്ങ് പ്രവർത്തിക്കണമേ. അസാധാരണമായൊരു ദൈവപ്രവൃത്തി അടയാളത്തോടുകൂടെ അകത്തായിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളിലും ചലിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു, താഴ്ത്തിയേൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഒരിക്കൽ കൂടി വായിച്ച വാക്യം നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി വായിക്കട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54:17. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഇല്ല. ആമേൻ. വളരെ അനുഗ്രഹിതമായി ഗാനങ്ങൾ ആലപിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ സർവശക്തനായ ദൈവം നമുക്ക് പ്രാരംഭത്തിൽ അവസരം നൽകി. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ തന്നെ നമുക്കതോർത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കാം. കർത്താവിനെ ആരാധിക്കുവാൻ കഴിയുന്നത് നിസ്സാരമായ കാര്യമല്ല. ആരാധിക്കുവാനായി നാം ഒരുങ്ങുന്നത് ഗാനങ്ങളിലൂടെ ആണ്. ആദിമ സഭ അവിധത്തിൽ തന്നെ ഗാനങ്ങൾ ആലപിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തി. നമുക്ക് മനോഹരമായൊരു കൊയർ ദൈവം തന്നു. കൊയർ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തി അതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഒപ്പം തന്നെ ആമേൻ, സ്തോത്രം. ഒരു സ്തോത്രം ചെറിയ വിഷമത്തോടെ ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കുന്നു. ഞങ്ങൾ ചർച്ചിലേക്ക് കടന്നു വരുന്നത് ഒരു സഭയിലേക്ക് അല്ലെങ്കിൽ ചർച്ചിലേക്ക് ഒരു കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്നു എന്നതിനേക്കാൾ ഉപരി ഞങ്ങളുടെ ഒരു ബന്ധു വീട്ടിലേക്ക്, ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ടവർ വസിക്കുന്ന ഭവനത്തിലേക്ക് കടന്നു വരുന്നു എന്ന ആ സ്തോത്രം രീതി
രീതിയിലാണ്. അത് നേരത്തെ മുതൽ അങ്ങനെയാണ്. കാരണം ഞങ്ങൾ കടന്നു വരുമ്പോൾ ആമേൻ പപ്പയുണ്ട്, ആമേൻ നേരത്തെ അമ്മയുണ്ടായിരുന്നു, ആമേൻ ഒത്തിരി ദൂരെയാണ് ഞങ്ങൾ താമസിക്കുന്നത്, അങ്ങനെ ഒരുമിച്ച് കാണുവാൻ കഴിയും. അപ്പോൾ ആ സ്തോത്രം അമ്മ ഇന്ന് ലോകത്തിലെല്ലാം പ്രിയം വെച്ച സ്തോത്രം അവർ പ്രിയം വെച്ച ഭവനത്തിൽ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നു. തുടർന്നും ആമേൻ ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് ആ ഫീലിങ്ങിനൊരു മാറ്റവും വരത്തില്ല. കാരണം ഞങ്ങൾ ഇതിനകത്ത് കയറുമ്പോൾ ആദ്യം കാണുന്നത് അമ്മയെ പോലെ തന്നെ രായമാൻറ്റി ഇതിനകത്തുകൂടെ ആമേൻ സ്തോത്രം ഇവിടെ സ്തോത്രം തൂത്ത് വൃത്തിയാക്കുകയും പായിടുകയും അടുക്കളയിലെ കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് നടക്കുകയുമായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയുടെ ഒരു ആമേൻ സ്തോത്രം ഇല്ലായ്മ ഞങ്ങൾക്ക് ഫീൽ ചെയ്യാറില്ല. അതുപോലെയാണ് ആമേൻ ശശിയങ്ങൾ. പലപ്പോഴും വിജി ശശിയങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ പലരും വിളിച്ച് ചോദിക്കാറുണ്ട്, ആമേൻ സ്തോത്രം എന്താണ് ആമേൻ നിങ്ങൾ അത്ര വലിയ ബന്ധുക്കളാണോ, ആ സ്തോത്രം എന്താണ് ഇത്ര വലിയ സ്നേഹത്തിന് കാരണം? ആമേൻ ഞാൻ പറയാറുണ്ട്, ആമേൻ സ്തോത്രം ബന്ധത്തിന് ആമേൻ ബന്ധങ്ങൾക്ക് ആമേൻ കാരണം ആമേൻ രക്തം അല്ല, ആമേൻ ആമേൻ നിർമ്മല ഹൃദയത്തോടുകൂടെയുള്ള ഇടപെടലുകളാണ്. ആമേൻ നിങ്ങൾക്ക് ഹൃദയം തുറന്ന് ആമേൻ ഒരിക്കൽ കൂടി പറയട്ടെ, അതരം കൊണ്ടല്ല ഹൃദയം തുറന്ന് നിങ്ങൾക്ക് സ്നേഹിക്കുവാൻ കഴിയുമെങ്കിൽ നിശ്ചയമായിട്ടും നഷ്ടപ്പെട്ടു പോകാത്ത ബന്ധങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ടാകും. ഹൃദയം തുറന്ന് സ്നേഹിക്കുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആ വിധത്തിൽ ഇന്ന് കടന്നു വന്നപ്പോൾ ആമേൻ സ്തോത്രം അങ്ങനെ ആമേൻ അവരെ രണ്ടുപേരെയും കാണുവാൻ കഴിഞ്ഞില്ല. അതിൻ്റെതായ സങ്കടത്തോടു കൂടെ തന്നെ ആയിരിക്കുന്നു. കാരണം പ്രിയ അങ്കിൾ ആശുപത്രിയിലായിരിക്കുന്നു. സ്തോത്രം ഒരു വയറുവേദനയുടെ ബുദ്ധിമുട്ടാൽ ആശുപത്രിയിലേക്ക് കടന്നു പോയിരിക്കുന്നു. ആമേൻ ഇതിനകത്തിരിക്കുന്നവർക്കൊക്കെ വ്യക്തമായി അറിയാം, ലൈവിൽ കാണുന്നവർക്കും അറിയാം. പ്രാർത്ഥിച്ച് ആരാധന ഏകദേശം ഒരു വർഷത്തിലധികമായി ആരംഭിക്കുന്നത് പ്രിയ അങ്കിളാണ്. അതുകൊണ്ട് തന്നെ സഹിക്കുവാൻ കഴിയുന്നൊരു അവസ്ഥയിലാണെങ്കിൽ ഒരിക്കലും ആരാധന മുടക്കി കടന്നു പോകത്തില്ല. അപ്പോൾ സഹിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ്. ഞാൻ പറഞ്ഞു വിഷമത്തോടു കൂടെ ആയിരിക്കുന്നു. വിഷമത്തിന് കാരണം മറ്റൊന്നുമല്ല, രോഗം എന്നെന്ന് പറഞ്ഞൊന്നും വിഷമിക്കുന്ന മനസ്സൊന്നും നമുക്കില്ല. ആമേൻ രോഗമൊക്കെ വരും, പക്ഷേ ആമേൻ അങ്ങനെ ഒരു സമയത്ത് നമുക്ക് കൂടെ ആയിരിക്കുവാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്തുള്ള സങ്കടമാണ്. പ്രിയപ്പെട്ടവരുടെ സങ്കടങ്ങൾക്കൊപ്പം ആയിരിക്കുവാൻ കഴിയുന്നത് ഒരു ഭാഗ്യമായി ഞങ്ങൾ കരുതുന്നു, ഒരു പദവിയായി ഞങ്ങൾ കരുതുന്നു. എങ്കിലും ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് തൻ്റെ ദൂതന്മാരുടെ സൈന്യത്തോടൊപ്പം പ്രിയ അങ്കിളായിരിക്കുന്ന സ്ഥാനത്തുണ്ട്. ഒരു നിമിഷം സഭ ശ്രദ്ധയോടെ പ്രിയ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ അങ്കിൾ പ്രാർത്ഥിച്ചു തുടങ്ങുന്ന ആരാധനയ്ക്കൊപ്പമായിരിക്കുന്ന പ്രിയപ്പെട്ടവരും ഒരു നിമിഷം പ്രാർത്ഥിച്ച്, വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, പ്രിയ അങ്കിളിനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ആശുപത്രിയിൽ അങ്ങയുടെ വലിയ സാന്നിധ്യം പ്രിയ ദാസനോട് കൂടിയിരിക്കണമേ കർത്താവേ. ഞങ്ങൾ ഈ ആരാധന കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ വലിയൊരു സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ തക്കവണ്ണം സ്വർഗം പ്രിയ അങ്കിളിന് വേണ്ടി അങ്ങ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമേ. അങ്ങയുടെ നാമം ആശുപത്രിക്കകത്ത് ഉയരട്ടെ. യേശുവിൻ നാമത്തിൽ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രിയ അങ്കിളുടെ സഭയുടെ അധികാരത്താൽ ഞങ്ങൾ സൗഖ്യമാക്കി പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രാർത്ഥനയോടെ തന്നെ ആയിരുന്നാട്ടെ പ്രിയ അങ്കിളുടെ സ്തോത്രം ആമേൻ സൗഖ്യമായെന്ന സാക്ഷ്യം കേട്ട് ആരാധന കഴിഞ്ഞ് കടന്നു പോകുവാൻ കർത്താവ് നമുക്ക് അവസരം നൽകട്ടെ. വായിച്ച വാക്യത്തിലേക്ക് വേഗത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. നമുക്ക് മുമ്പിൽ സമയം ആമേൻ ചുരുക്കം ആണല്ലോ. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. ആമേൻ. ആ വാക്യങ്ങൾക്ക് ഇങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്ത് ദൈവകൃപയിൽ ആശ്രയിച്ച് അല്പമായി ധ്യാനിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അതൊന്നും നിങ്ങൾക്ക് ഫലിക്കയില്ല. ഒരിക്കൽ കൂടി ആമേൻ, ഒന്നും ആമേൻ നിങ്ങൾക്ക് ഫലിക്കയില്ല. നിങ്ങൾക്ക് വിരോധമായി മനുഷ്യനാകട്ടെ, പിശാചാകട്ടെ, സാഹചര്യങ്ങളാകട്ടെ ഉയർത്തിവിടുന്ന ഒരു പ്രശ്നവും ഒരു പ്രതികൂലവും ഒരായുധവും നിങ്ങൾക്ക് ഫലിക്കയില്ല. കാരണം നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ നിങ്ങളിൽ ഉള്ളത് കൊണ്ട്, ആവർത്തിച്ചു പറയട്ടെ, ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ നിങ്ങളിൽ ഉള്ളത് കൊണ്ട് അവന്റെ ഒരു ആയുധവും നിങ്ങളുടെ മേൽ ഫലിക്കത്തില്ല. ശത്രു ഒരുക്കുന്ന ഒരു പദ്ധതിയും നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടത്തില്ല. ദുഷ്ട മനുഷ്യന്റെ ഇഷ്ടം നിന്റെ ജീവിതത്തിൽ നിറവേറത്തില്ല. പിശാചിന്റെ പദ്ധതികൾ നിന്റെ ജീവിതത്തിൽ ആമേൻ വെളിപ്പെടത്തില്ല. ആവർത്തിച്ചു പറയട്ടെ, ആമേൻ. ആ ആയുധം ഇന്ന് തകർക്കപ്പെടുക. സഭയെ കേൾക്ക്. വിരോധമായി ഒരുക്കുന്ന, ഇന്നലകളിൽ നിന്നെ മുറിപ്പെടുത്തിയ, ഇന്നലകളിൽ നിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ഉണങ്ങാത്ത മുറിവുകളെ സമ്മാനിച്ച അതേ ആമേൻ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും തകർത്ത് കളയുവാൻ തക്കവണ്ണം ദുഷ്ടമനുഷ്യരെ ബലപ്പെടുത്തിയ പിശാചും ചേർന്ന് എയ്തു വിട്ട ആയുധങ്ങൾ നിനക്ക് ഫലിക്കത്തില്ല. ആ ഭവനത്തിനകത്ത് നിനക്ക് വിരോധമായി എയ്തു വിടുന്ന ആയുധങ്ങൾ പ്രിയപ്പെട്ടവരുടെ വാക്കുകൾ തന്നെ കൂർത്തുമൂർത്ത കൂരമ്പുകളായി നിന്റെ ഹൃദയത്തെ വ്രണപ്പെടുത്തുന്ന അനുഭവങ്ങൾക്ക് ഇന്ന് കർത്താവ് അറുതി വരുത്തും. സഹോദര, ആ തൊഴിലിടത്തിൽ പിശാചിനാൽ പിടിക്കപ്പെട്ട ദുഷ്ട മനുഷ്യന് നിനക്ക് വിരോധമായി ഒരുക്കുന്ന ആയുധം നിനക്ക് വിരോധമായി
ഒരുക്കുന്ന ആയുധം ഫലിക്കത്തില്ല. നിന്റെ തൊഴിലിനെ നശിപ്പിക്കുവാൻ, നിന്റെ വരുമാനത്തിന്റെ വഴി അടച്ചു കളയുവാൻ, നിന്നെ ഇല്ലാത്തവനാക്കി, നിന്നെ കൊള്ളാത്തവനാക്കി തീർക്കുവാൻ ദുഷ്ട മനുഷ്യർ ഒരുക്കുന്ന ഒരു ആയുധവും, ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, ആ തൊഴിലിടത്തിൽ, ആ രാജ്യത്ത് ഒപ്പം നിൽക്കുവാൻ ആളില്ലാത്തത് കൊണ്ട്, ഓ കേൾക്ക്, ഇംഗ്ലാബ് വിളിയുടെ ശബ്ദത്തിലല്ല, അതേ നിനക്കൊപ്പം സർവശക്തനായ ദൈവമുള്ളത് കൊണ്ട് ആയുധങ്ങൾ വീഴുക. ശത്രു ഉയർത്തിയ ആയുധങ്ങൾ, ഓ റാധാര ഷഖറദരെ ശന്ധാരകല, കൂട്ടായ്മയിൽ നിനക്ക് വിരോധമായി, ആത്മീയ ജീവിതത്തിൽ നിനക്ക് വിരോധമായി, കുടുംബത്തിൽ നിനക്ക് വിരോധമായി, ദേശത്തിൽ നിനക്ക് വിരോധമായി ശത്രു ഉയർത്തിയ ആയുധങ്ങൾ, ഓ റാദിയ ഷഖ, നിഷ്ഫലമായി മാറുക, ഫലിക്കയില്ല. ആവർത്തിച്ചു പറയട്ടെ, നിന്നെ തകർത്ത് കളയുവാൻ, നിന്നെ മുടിച്ചു കളയുവാൻ, നിന്നെ നശിപ്പിച്ചു കളയുവാൻ ശത്രു എയ്തു വിടുന്ന ഒരു ആയുധവും നിനക്ക് ഫലിക്കത്തേ ഇല്ല. താങ്ക് യു ലോർഡ്. ആമേൻ. സ്തോത്രം. സ്തോത്രം. അവിധത്തിൽ ആമേൻ, പിശാചിനാൽ പിടിക്കപ്പെട്ട ദുഷ്ട മനുഷ്യരും മനുഷ്യന്റെ ജീവിതത്തെ തകർത്ത് കളയുവാൻ എയ്തുവിടുന്ന ചില ആയുധങ്ങളെക്കുറിച്ച് ചില വാക്കുകളിൽ സംസാരിച്ച് പിന്നെയും പ്രാർത്ഥിച്ച് ഇന്ന് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മുമ്പിലുണ്ടല്ലോ. ആ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വേഗത്തിൽ വളരെ ശ്രദ്ധയോടെ അതിലുപരിയായി പ്രാർത്ഥനയോടെ ഒപ്പം വന്നാട്ടെ. ഒന്നാമതായി, കോപം എന്ന ആയുധം ഫലിക്കയില്ല. എസ്തേറിന്റെ പുസ്തകം 3-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇவ்விധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: മൊർദെഖായി തന്നെ കുമ്പിട്ട് നമസ്കരിക്കില്ലെന്ന് കണ്ടിട്ട് ഹാമാൻ കോപം കൊണ്ട് നിറഞ്ഞു. ആമേൻ. ഹാമാൻ ഒരു ബലൂണാണെങ്കിൽ ആ ബലൂണിനകത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഊതിക്കയറ്റുന്ന കാറ്റ് പോലെ ഹാമാന്റെ ഉള്ളിൽ കോപം നിറഞ്ഞു. ഹാമാൻ ആരാണ്? മൊർദെഖായി ആരാണ്? എസ്തേർ ആരാണ്? ഇതൊന്നും എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് അധികമായി ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ എല്ലാ ദിവസങ്ങളിലും ആമേൻ ആമേൻ സംശുദ്ധമായ വചനത്തിനൊപ്പം ആയിരിക്കുന്നവരാണ്. നിങ്ങൾക്ക് ഹാമാനെ അറിയാം, മൊർദെഖായിയെ അറിയാം. ആമേൻ. സ്തോത്രം. ഇല്ലെങ്കിൽ ബൈബിൾ തുറന്ന് വായിച്ചാൽ മതി. കേൾക്കണമേ. ആമേൻ. സ്തോത്രം. ഹാമാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ആമേൻ സ്തോത്രം മൊർദെഖായിയോട് കോപം ഉണ്ടായി. കോപം എന്ന ആയുധം മൊർദെഖായിക്ക് വിരോധമായി എഴുന്നേറ്റു. മൊർദെഖായി ആരാണ്? ചുരുക്കത്തിൽ പറഞ്ഞു പോകട്ടെ, ഒരു യഹൂദനാണ്. ആ യഹൂദൻ ആമേൻ അഹശ്വേരോശ് രാജാവിന്റെ കൊട്ടാരത്തിന്റെ വാതിൽക്കൽ ആയിരിക്കുന്നു. വാതിൽക്കൽ ഇരിക്കുന്ന ഒരു മനുഷ്യൻ, പുറത്ത് ഇരിക്കുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യനാണ് മൊർദെഖായി. മൊർദെഖായി എന്ന സാധാരണക്കാരനായ മനുഷ്യനോട് എസ്തേറിന്റെ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും, അസാധാരണനായ അഥവാ അഹശ്വേരോശ് രാജാവ് കഴിഞ്ഞാൽ തന്റെ തൊട്ട് താഴെ നിൽക്കുന്ന സ്ഥാനത്തേക്ക് അഹശ്വേരോശ് രാജാവ് തിരഞ്ഞെടുത്ത ഹാമാൻ എന്ന വ്യക്തിക്ക് കോപം ഉണ്ടാകുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണമേ. ആമേൻ. സാധാരണക്കാരനായ ഒരു വ്യക്തിയോട് അസാധാരണനായ ഒരു വ്യക്തിക്ക് കോപം ഉണ്ടാകുന്നു. എന്തിനാണ് അങ്ങനെ കോപം ഉണ്ടാകുന്നത്? ആമേൻ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ആമേൻ. നമ്മുടെ പ്രധാനമന്ത്രിക്ക് എന്നോട് കോപം ഉണ്ടാകേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ചിരിക്കും, ഇവൻ ആരാടാ? അത് തന്നെയാണ്. ആമേൻ. കൊട്ടാരത്തിന്റെ മുൻപിൽ നിൽക്കുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യൻ, ആ മനുഷ്യനോട് കൊട്ടാരത്തിനകത്ത് രാജാവിന്റെ സിംഹാസനത്തിനൊപ്പം തന്റെ സിംഹാസനം വച്ചിരിക്കുന്ന ഹാമാൻ എന്ന മനുഷ്യന് കോപം ഉണ്ടാകുന്നു. ആ പുസ്തകം നിങ്ങൾ വ്യക്തമായി വായിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കോപം ഉണ്ടാകുന്നതിന് പല പല കാരണങ്ങൾ അവിടെ കാണുവാൻ കഴിയും. ഒന്നാമതായി ആമേൻ സ്തോത്രം, ആ വാക്യത്തിൽ തന്നെ വ്യക്തമായിരിക്കുന്നു. ആമേൻ. അവൻ തന്നെ കുമ്പിട്ട് നമസ്കരിക്കുന്നില്ല എന്നതുകൊണ്ട് കോപം ഉണ്ടായി. എന്തുകൊണ്ട്? ആമേൻ. അവൻ തന്റെ മുമ്പിൽ ആമേൻ തലകുനിച്ച് ഓച്ഛാനിച്ച് നിൽക്കുന്നില്ല, അതുകൊണ്ട് കോപം ഉണ്ടായി. ആമേൻ സ്തോത്രം. ഞാൻ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു, ചില വ്യക്തികൾ ആമേൻ നിങ്ങളോട് കോപിക്കുമ്പോൾ, ചില വ്യക്തികൾ കോപം എന്ന ആയുധം നിങ്ങൾക്ക് നേരെ വീശുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക, ഇപ്പോഴും എൻ്റെ തല നിവർന്ന് തന്നെയാണ് ഇരിക്കുന്നത്. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും ആമേൻ നമ്മൾ കാണുന്നതല്ല നമുക്ക് വിരോധമായി നിൽക്കുന്ന ശത്രു കാണുന്നത്. ആമേൻ. ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. തന്നെക്കാൾ എത്രയോ താഴെയുള്ള സ്തോത്രം ഒരു സ്ഥാനം പറയുവാനില്ലാത്ത ഒരു അടിമയാണ്, അല്ലെങ്കിൽ പാലായനത്തിൽ പിടിക്കപ്പെട്ട ഒരു മനുഷ്യനാണ് സ്തോത്രം അഹശ്വേരോശ് രാജാവിന്റെ രാജധാനിയിൽ കൊട്ടാരത്തിന്റെ മുൻപിലായിരിക്കുന്ന മൊർദെഖായി എന്ന മനുഷ്യൻ. പക്ഷേ ഈ മനുഷ്യന് വിരോധമായി
കൊട്ടാരത്തിനകത്ത് രാജാവിനോട് ദുഷ്പ്രചരണം നടത്തുന്ന ഹാമാനെ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. ആമേൻ, സ്തോത്രം. ദുഷ്പ്രചരണം നടത്തുന്ന ഹാമാനെ കാണുവാൻ കഴിയും. എന്തുകൊണ്ടാണ് ആമേൻ മൊർദെഖായിക്ക് വിരോധമായി ഹാമാൻ ദുഷ്പ്രചരണം നടത്തുന്നത്? ആമേൻ, ഒരു നിമിഷം ഒന്നുകൂടെ ചിന്തിച്ചേ. ആമേൻ, എന്നെക്കുറിച്ച് നമ്മുടെ പ്രധാനമന്ത്രിയുടെ PA സ്തോത്രം പോയിട്ട് പ്രധാനമന്ത്രിയെ രാത്രി ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി ആ രതീഷ് ശരിയല്ല എന്ന് പറയുന്ന രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പ്രധാനമന്ത്രിക്ക് മനസ്സിലാവത്തില്ല. ആമേൻ, അത് പറയാൻ പോയവരും വെളിവ് കാണത്തില്ല. എന്നോട് പറഞ്ഞാൽ ഞാൻ ചിരിക്കും, നിങ്ങളും ചിരിക്കും. ആമേൻ, അതിൻ്റെ ആവശ്യമില്ല. എന്നാൽ ഈ മൊർദെഖായിക്ക് വിരോധമായി ആമേൻ ദുഷ്പ്രചരണം നടത്തുന്ന ഹാമാനെ എസ്തേറിന്റെ പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. മൊർദെഖായി ആമേൻ ലോക മനുഷ്യരുടെ മുമ്പിൽ, പുറമെ നിന്ന് കാണുന്നവരുടെ മുമ്പിൽ ഏറ്റവും ചെറിയവനാണെങ്കിലും ഹാമാന് പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലത്തിന് ഒരു കാര്യം അറിയാം: ഇവനിലൂടെ യഹൂദന്മാർക്ക് ഒരു ഉദ്ധാരണം ഉണ്ട്. ആമേൻ, തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹാമാനെ ലോകം കാണുന്നത് ആമേൻ കൊട്ടാരത്തിന്റെ വാതിൽക്കൽ ഇരിക്കുന്നവനായിട്ടാ. എന്നാൽ പിശാച് കാണുന്നത് ഇവൻ ഒരിക്കൽ ആമേൻ ഈ രാജ്യത്ത് തന്റെ ജനത്തിന്റെ മുൻപിൽ നിന്ന് നയിക്കുന്ന ശക്തനായ ഒരുവനായി മാറും. നിനക്ക് വിരോധമായി ചിലർ എഴുന്നേൽക്കുമ്പോൾ തിരിച്ചറിയ. ആമേൻ, അവന് ബോധമില്ലാത്തത് കൊണ്ടല്ല, അവന് വെളിവില്ലാത്തത് കൊണ്ടല്ല, അവന്റെ പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലം തിരിച്ചറിയുന്നുണ്ട്. നിന്നിലൂടെ ദേശത്തിൽ ഒരു കൂട്ടം ഓറാധാര കർത്താവിന് വേണ്ടി എഴുന്നേൽക്കുവാൻ പോകുക. നീ സാധാരണക്കാരനല്ല. മൊർദെഖായിയെ കാണുന്ന ലോകം പറയും അവൻ സാധാരണക്കാരനാണ്, അവൻ അടിമയാണ്, അവൻ വാതിൽക്കൽ ഇരിക്കുന്നവനാണ്. എന്നെ കേൾക്കുന്ന സഭയെ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ലോകം പറയും നിങ്ങൾ സാധാരണക്കാരാണ്, നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവരാണ്, നിങ്ങൾ കടക്കാരാണ്, നിങ്ങൾ സ്തോത്രം ഒരു ഗുണവുമില്ലാത്തവരാണ്, ഗതികെട്ടവരാണ്. എന്നാൽ ആമേൻ അത് പറയുന്നവരുടെ പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലത്തിന് പിശാചിനറിയാം ഒരു നാൾ ദൈവം നിന്റെ പ്രയോജനപ്പെടുത്തും. അതെ, ഒരു നാൾ എന്റെ ദൈവം നിന്റെ പ്രയോജനം. ദുഷ്പ്രചരണങ്ങൾ നടത്തുന്ന ആമേൻ സ്തോത്രം ആ വ്യക്തികൾക്ക് മുമ്പിൽ എന്റെ ദൈവം നിന്നെ പ്രയോജനപ്പെടുത്തും. യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഒന്ന്, നിങ്ങൾക്ക് വിരോധമായി മറ്റു മനുഷ്യർ ദുഷ്പ്രചരണങ്ങൾ അഥവാ കുറ്റം പറയുമ്പോൾ നിങ്ങൾ തിരിച്ചറിയണം. ആമേൻ സ്തോത്രം. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അവരുടെ ഉറക്കത്തെ കെടുത്തിയിരിക്കുന്നു. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചുമ്മാ ആരും കുറ്റം പറയത്തില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ആരെക്കുറിച്ചെങ്കിലും കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉറക്കത്തെ അവർ നഷ്ടപ്പെടുത്തിയത് കൊണ്ടാണ് ആമേൻ നിങ്ങൾ അവരെ കുറിച്ച് കുറ്റം പറഞ്ഞത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്നുണ്ടെങ്കിൽ ആമേൻ അവരുടെ ഉറക്കം നിങ്ങൾ മുഖാന്തരം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അർത്ഥം അവർക്ക് ആമേൻ സ്തോത്രം ആമേൻ അസൂയ തോന്നും വിധത്തിലുള്ള എന്തോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട്. ആമേൻ, അവർക്ക് അസൂയ തോന്നും വിധത്തിലുള്ള എന്തോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട്. ആമേൻ സ്തോത്രം. നാട്ടുംപുറങ്ങളിലൊക്കെ ആമേൻ ചില പെൺകുട്ടികളെ, ചില സ്ത്രീകളെ ചിലർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, മരം കയറി പെണ്ണ്. ആമേൻ സ്തോത്രം. എന്താ മരം കയറി പെണ്ണ്? ആമേൻ, വായാടി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കാം. ആമേൻ, ഇത് കേൾക്കുമ്പോൾ കേൾക്കുന്നവർ അയ്യോ പരിഹസിച്ച് പറയുന്നു. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ആ പെണ്ണിനെ കുറിച്ചൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും. റേഷൻ കടയിൽ പോകുന്നത് അവള്, റേഷൻ കാർഡ് എടുക്കാൻ പോകുന്നത് അവള്, പഞ്ചായത്തിൽ പോകുന്നത് അവള്, ആ വീട്ടിനകത്ത് എന്തൊക്കെ കാര്യമുണ്ടോ അതെല്ലാം ചെയ്യുന്നത് അവള്, നാട്ടുകാർ പുറത്ത് വന്ന് സംസാരിക്കുന്നത് അവള്, കടക്കാർ വന്നാൽ സംസാരിക്കുന്നത് അവള്. ഇത് കണ്ട് നാക്ക് പുറത്തു വരാതെ, 4 വരെ കണ്ട നാക്ക് പുറത്തു വരാതെ വെള്ളം പറ്റി പോകുന്നവനാണ് നിന്ന് പറയുന്നത് അവൾ വായാടിയാണ്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അവൻ എല്ലാവർക്കും പറ്റത്തില്ല. 4 കടക്കാർ വീട്ടിൻ്റെ നടയിൽ വന്ന് നിന്നാൽ ഇറങ്ങി നിന്ന് ധൈര്യത്തോടെ സംസാരിക്കുന്നവളെ കണ്ട് നാട്ടുകാർ പറയും ഇവൾ വായാടിയാണ്, അതവളുടെ കഴിവ്. ആമേൻ. ഏത് പ്രശ്നത്തിന് മുമ്പിലും നാവിൽ വെള്ളം പറ്റി പോകാതെ നിന്ന് സംസാരിക്കാൻ പറ്റുന്നത് കഴിവാ. ആ കഴിവിൽ അസൂയപ്പെട്ടിട്ടാ അവർ പറയുന്നത്. ആമേ, താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ. നിങ്ങൾക്ക് മനസ്സിലായില്ല. അസൂയയില്ലാത്ത ഒരു കൂട്ടത്തിന് ഇടയനാക്കി എന്നെ വച്ചിരിക്കുന്നതിനോർത്ത് കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു. നന്ദി കർത്താവേ. ഇനിയും അങ്ങനെയുള്ളവരെ കൊണ്ട് ഈ ആലയം നിറയട്ടെ, ദേശം നിറയട്ടെ. ആമേൻ സ്തോത്രം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. ആമേൻ, എപ്പോഴാണ് ആമേൻ സ്തോത്രം ആമേൻ സ്തോത്രം കുറ്റം പറയൽ ഉണ്ടാകുന്നത്? ആമേൻ സ്തോത്രം. ആമേൻ, അവൻ കുറ്റം പറയുന്നവർക്ക് കഴിയാത്ത എന്തോ ഒന്ന് നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട്. ഞങ്ങൾ ആമേൻ സ്തോത്രം സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ, ചെറുപ്പത്തിലാണ്, നിങ്ങൾ ആ ബേക്കിലോട്ടൊന്ന് വന്നേ. ആമേൻ സ്തോത്രം. ഒരു 9ാം ക്ലാസ് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആമേൻ സ്തോത്രം സമൂഹത്തിൽ സ്തോത്രം ഈ
സ്തോത്രം, ആ വാക്കിന്ന് പറയുവാൻ ബുദ്ധിമുട്ടുണ്ട്. ആമേൻ. താഴ്ന്ന നിലവാരത്തിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ട്. ആമേൻ സ്തോത്രം. അവരൊക്കെ ആമേൻ സ്തോത്രം ചിലപ്പോൾ പച്ച പെയിന്റും ചുവന്ന ഉടുപ്പും ഇടും. ആമേൻ. മഞ്ഞ പെയിന്റും ആമേൻ കറുപ്പ് ഉടുപ്പും ഇടും. ആമേൻ. മുടിയിൽ ചുവപ്പും പച്ചയും നീലയും കളറൊക്കെ ഇടും. ആമേൻ സ്തോത്രം. അപ്പോൾ സ്തോത്രം വേറെ കൂട്ടൽ ഞങ്ങളെപ്പോലുള്ളവർ, സാമ്പത്തികമായിട്ടുള്ള ഉന്നമനമല്ല പറയുന്നത് കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ആമേൻ. വേറെ കുറെ കൂട്ടർ ഞങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് പറയും, ആമേൻ, അയ്യേ അഴുക്ക ചെറുക്കന്മാർ, അയ്യേ പന്നന്മാർ, ആമേൻ, ഇവന്മാർക്കൊന്നും നാണമില്ലേ. അവന്മാർക്ക് നാണമില്ലേ എന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ കൊതിയാണ്. നമുക്കും പച്ച പാൻറ് ഇടാൻ പറ്റുന്നില്ലല്ലോ, നമുക്കും ചുവന്ന പാൻറ് ഇടാൻ പറ്റുന്നില്ലല്ലോ, നമുക്കും മുടിയിൽ കളറടിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മളിത് പറഞ്ഞ വീട്ടുകാർ ഓടിച്ചിട്ടടിക്കും. അവനൊക്കെ കുറച്ച് സ്വാതന്ത്ര്യമുണ്ട്. അവൻ്റെ സ്വാതന്ത്ര്യത്തിനോടുള്ള അസൂയയാണ് ആമേൻ സ്തോത്രം ദുഷ്പ്രചരണമായി വെളിപ്പെട്ട് വരുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മെക്കുറിച്ച് ആരെങ്കിലും കുറ്റം പറയുമ്പോൾ ആമേൻ തല കുനിക്കേണ്ട, ദൈവത്തെ സ്തുതിക്കണം. കർത്താവേ, അവൻ്റെ ഉറക്കം കെടുത്തുന്ന ഒന്ന് നീ എനിക്ക് തന്നതിനായി ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. ആമേൻ. അവന് ദുഷ്പ്രചരണത്തിന് ഉതകും വിധത്തിൽ നീ എന്നെ നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അപ്പോൾ നമ്മൾ തിരിച്ചറിയുക, ആമേൻ സ്തോത്രം, ഈ മൊർദെഖായിക്ക് വിരോധമായി ഹാമാൻ ദുഷ്പ്രചരണം നടത്തി. നമ്മൾ പേടിച്ചു പോകും. അയ്യോ, അവൻ എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞാൽ, അവൾ അങ്ങനെ പറഞ്ഞാൽ, അവർ അങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അയ്യോ, പലരുടെയും ടെൻഷൻ അതാണ്. പ്രൈസർ ഫാമിലിയിലേക്ക് വിളിക്കുന്ന 100 കണക്കിന് പേരിൽ ആമേൻ ഒരു 50% പേരുടെയും പരാതി ഇതാണ്. അപ്പുറത്തെ വീട്ടിൽ അവൻ അങ്ങനെ പറയുന്നു, അവൾ ഇങ്ങനെ പറയുന്നു, അവർ ആമേൻ എൻ്റെ അമ്മായി പറയുന്നു, അമ്മായിപ്പൻ പറയുന്നു, സഹോദരൻ പറയുന്നു, സഹോദരി പറയുന്നു. ആമേൻ. ദൈവദാസനെ, നിങ്ങൾക്കറിയത്തില്ല എങ്ങനെ ഞങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കുവാൻ കഴിയും. ഒത്തിരി സമയം കിട്ടുമ്പോൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. അവർക്ക് അസൂയ തോന്നുന്ന എന്തോ നിന്റെ ജീവിതത്തിലുണ്ട്. ആമേൻ. ചുമ്മാ അതൊന്നും അവർ നിന്നെക്കുറിച്ച് പറയത്തില്ല. ആമേൻ സ്തോത്രം. ആമേൻ. ആമേൻ. അവരെ ആമേൻ സ്തോത്രം നാണിപ്പിക്കുന്ന ഒരു സന്തോഷം, ഒരു ചിരിയെങ്കിലും നിന്റെ മുഖത്തുണ്ടെങ്കിലേ ആമേൻ സ്തോത്രം. ആമേൻ സ്തോത്രം. പലരും പറയുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? വലിയ പ്രശ്നത്തിന് മധ്യത്തിൽ നമ്മളായിരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് നമ്മൾ നിന്നാൽ എന്ത് പറയും? എന്തോ കുഴപ്പമുണ്ട്. ആമേൻ സ്തോത്രം. ചിരിച്ചുകൊണ്ട് ഏത് പ്രശ്നത്തിൽ നിൽക്കാൻ പറ്റുന്നത് ഒരു കൃപയാ. ആമേൻ സ്തോത്രം. പ്രശ്നം ലൊങ്ങെന്ന് വണ്ടി പിടിക്കുന്ന സമയത്തെ മോങ്ങി വിളിക്കുന്നവർ പറയും, പ്രശ്നത്തിന് മുമ്പിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നവനെ കുറിച്ച് അവനെന്തോ കുഴപ്പമുണ്ട്. അവന് കുഴപ്പമല്ല, ദൈവത്തിന്റെ കൃപ ഇത്തിരി കൂടുതലുണ്ട്. ആമേൻ. പ്രശ്നമില്ലാത്തതിലല്ല, ആ പ്രശ്നത്തെ ചിരിയോടെ നേരിടുന്നതിലാണ് ആമേൻ നിന്റെ മിടുക്ക്. കാരണം ദൈവം നിന്റെ മേൽ കൃപ പകർന്നിട്ടുണ്ട്. ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും ചിരിയോടെ നിൽക്കുവാൻ, ഏത് പ്രശ്നത്തിന് മധ്യത്തിലും സന്തോഷത്തോടെ നിൽക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ലോകം പറയും നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ട്, ലോകം നിങ്ങളെ കുറ്റം പറയും, ലോകം നിങ്ങളെ പരിഹസിക്കും, ലോകം നിങ്ങളെ കളിയാക്കും. എന്നാൽ കേൾക്കണമേ, ആമേൻ സ്തോത്രം, അവർക്ക് കഴിയത്തില്ല. അതുകൊണ്ട് അവർക്ക് ചിരിക്കുവാൻ കഴിയത്തില്ല, അവർക്കുള്ളു തുറന്ന് സന്തോഷിക്കുവാൻ കഴിയത്തില്ല. ആമേൻ. പ്രിയരെ, നിങ്ങൾ തിരിച്ചറിയണമേ, നമ്മൾ പലപ്പോഴും ചിന്തിക്കും പണമാണ് സകലത്തിൻ്റെയും അടിസ്ഥാനം, പണമുള്ളവന് എല്ലാമുണ്ട്. ആമേൻ. പേരാണ് എല്ലാത്തിൻ്റെയും അവസാനം, പേരുള്ളവന് എല്ലാമുണ്ട്. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ധോണി എന്ന് പറയുന്ന, മഹേന്ദ്ര സിംഗ് ധോണി എന്ന് പറയുന്ന ഇന്ത്യയുടെ ക്രിക്കറ്റ് ക്യാപ്റ്റനെ അറിയാത്തവരല്ലോ. ആ ക്രിക്കറ്റ് ക്യാപ്റ്റന്റെ ബയോപിക് ജീവചരിത്രം സിനിമയാക്കിയപ്പോൾ അതിൽ അഭിനയിച്ച ഒരു ബോളിവുഡ് നടനുണ്ട്. ആ നടന്റെ പേര് സുശീൽ സിംഗ് എന്നാണെന്ന് തോന്നുന്നു. ആമേൻ. തെറ്റിപ്പോയെങ്കിൽ ക്ഷമിക്കുക. ആ നടൻ ആമേൻ സ്തോത്രം, ആ പുള്ളി സ്തോത്രം ധോണി എന്ന സിനിമ അഭിനയിച്ചു കഴിഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് ആമേൻ സ്തോത്രം ഒരു ഇംഗ്ലീഷ് ചാനലിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ആമേൻ. അദ്ദേഹം വന്നിറങ്ങുന്നു. ആമേൻ. ഒരുപാട് വാഹനങ്ങൾ, ഒരുപാട് ക്യാമറ ലൈറ്റ്, ഫ്ലാഷ് ലൈറ്റുകൾ. അദ്ദേഹത്തിന്റെ മുഖം ബ്ലറായി പോവുക. കാരണം ലൈറ്റുകൾ അത്രത്തോളം അദ്ദേഹത്തിന്റെ മുഖത്ത് അടിക്കുന്നു. ബാരിക്കേഡിനപ്പുറത്ത് നിന്ന് ആരാധകരൊക്കെ വിളിക്കുന്നു. കുറെ പെമ്പിള്ളാർ പ്ലക്കാർട്ടും വെച്ചുകൊണ്ട് നിൽക്കുന്നു, വില്യു മാരിമി, വില്യു മാരിമി. ആ നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എന്ത് പേര്, എന്ത് പുകഴ്ച, എന്ത് ഫേമസ്. 2 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ആമേൻ. ഇന്ന് അദ്ദേഹം ഈ ലോകത്തില്ല. പണമാണോ സന്തോഷത്തിന്റെ അടിസ്ഥാനം? പേരാണോ സന്തോഷത്തിന്റെ അടിസ്ഥാനം? ആമേൻ. പണമുള്ള പേരുള്ള പലരുടെയും ഉള്ളിൽ സന്തോഷമില്ല. ഇതൊന്നുമില്ലെങ്കിലും നമുക്ക് സന്തോഷം തന്ന കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ആമേൻ. ഹല്ലേലൂയ. പണമല്ല വലുത്, പേരല്ല വലുത്, പെരുമയല്ല വലുത്. ആമേൻ. സന്തോഷത്തോടെ ഒരു നിമിഷമായിരിക്കുവാൻ കഴിയുന്നെങ്കിൽ, ഈ ലോകത്തെ സന്തോഷത്തോടെ നോക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് വലുത്. അപ്പോൾ വിഷയത്തിലേക്ക് വരാം. ഇങ്ങനെ കോപം ഉണ്ടായി. ആർക്ക്? മൊർദെഖായിയോട് ഹാമാന് കോപമുണ്ടായി. ഫലം എന്താണ്? ആമേൻ. കോപം മുഴുത്തിട്ട്, ആമേൻ,
കോപം അങ്ങനെ തണുത്ത് വരത്തില്ല. ആമേൻ. കുറ്റം പറഞ്ഞാലൊന്നും നിർത്തത്തില്ല. എപ്പോഴും നമ്മൾ ചിന്തിക്കണം, ആമേൻ, കുറ്റം പറഞ്ഞു അതുകൊണ്ട് പാസ്റ്റർ വിളിച്ച് പറയാം, പ്രാർത്ഥിക്കാം, അവർ നിർത്തും. ആമേൻ. ഒരു പാസ്റ്റർ വിചാരിച്ചാലും നിർത്താൻ പറ്റാത്ത സാധനമാണ് കുറ്റം പറയുക എന്നുള്ള ശീലം. ആമേൻ. പാസ്റ്റർമാർക്ക് പോലും അത് നിർത്താൻ പറ്റുന്നില്ല. അതിനെക്കുറിച്ച് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ നോക്കിയ കോപം ഇങ്ങനെ മുഴുത്ത് വരും. ആമേൻ. കോപം മുഴുത്ത് വരും. ആമേൻ. പെരുകി കോപം മുഴുത്ത് ആമേൻ. ഒരു ബലൂണിൽ നമ്മൾ ആവശ്യമില്ലാത്ത കാറ്റ് കയറ്റി അവസാനം എന്ത് ചെയ്യും? അത് പൊട്ടിത്തെറിക്കും. അനേകർ കോപിച്ച് പൊട്ടിത്തെറിച്ചു പോകും. ആമേൻ. നോക്ക്, അപ്പൊ കോപം മുഴുത്തപ്പോൾ എന്ത് സംഭവിച്ചു? 5-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അതിന് അവന്റെ ഭാര്യ സേരേഷും അവന്റെ സകല സ്നേഹിതന്മാരും അവനോട് നോക്കിയേ. അപ്പൊ ഇവന് കോപം മുഴുത്തപ്പോൾ ചുറ്റും നിന്നവരെല്ലാം കൂടി, ഭാര്യ കൂടി, സ്നേഹിതന്മാർ, സകല സ്നേഹിതന്മാരും, പുള്ളി ചില്ലറക്കാരല്ല, ഒരുപാട് സ്നേഹിതന്മാർ കൂടി. ആമേൻ. സ്തോത്രം. ആമേൻ. നമ്മെക്കുറിച്ച് ഒരാൾ ദുഷ്പ്രചരണം നടത്തുമ്പോൾ, കുറ്റം പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയുക, അവരൊറ്റയ്ക്കല്ല, അവരുടെ കൂട്ടത്തിൽ നിന്ന് കൈയടിക്കുവാനും ഒരുപാട് പേരുണ്ടാകും. ആമേൻ. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവർക്ക് അങ്ങനെ തന്നെ വേണം. ആമേൻ. സ്തോത്രം. നോക്കൂ, അപ്പോൾ അവനോട് പറഞ്ഞു കൊടുക്കുക, 50 മുഴം ഉയരമുള്ള ഒരു കഴുമരം ഉണ്ടാക്കട്ടെ, മൊർദെഖായി അതിന്മേൽ തൂക്കിക്കളയേണ്ടതിന് നീ നാളെ രാജാവിനോട് ആമേൻ അപേക്ഷിക്കണം. ആമേൻ. കോപം മുഴുത്തിട്ട് ഒരു വലിയ ആമേൻ സ്തോത്രം എന്താ കഴുമരം ഉണ്ടാക്കി. ഒരു കഴുമരത്തിന് എത്ര പൊക്കം വേണം? ശ്രദ്ധിച്ച, കഴുമരം എന്താ എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളിനെ തൂക്കിക്കൊല്ലാനുള്ള ഒരു മരത്തിന് എത്ര പൊക്കം വേണം? 6 അടി പൊക്കമുള്ള ഒരാളിനെ തൂക്കിക്കൊല്ലാൻ ഒരു 7 അടി പൊക്കം മതി, അല്ലെങ്കിൽ ഒരു 8 അടി പൊക്കം മതി. പക്ഷെ ഇവിടെ 50 മുഴം. എന്തിനാ 50 മുഴം? 50 മുഴത്തിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, അവനെ കൊണ്ട് പട്ടണവാതിൽക്കൽ തൂക്കിക്കൊന്നാൽ ദേശം മുഴുവനും അറിയണം, യവൻ ആമേൻ എന്റെ കോപത്തിൽ തീർന്നു. ആമേൻ. ഞാൻ കോപിച്ചാൽ ഇതാണ് അവസ്ഥ. ഞാൻ കോപിച്ചാൽ ആമേൻ നിന്റെ കാര്യം പോക്ക. ഞാൻ കോപിച്ചാൽ നീ ഇങ്ങനെ തൂങ്ങി ആടും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ. എന്നാൽ വചനം പറയുന്നു 7-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ, അവൻ കോപിച്ചുണ്ടാക്കിയ ആയുധത്തിൽ ദൈവം അവനെ തൂക്കിക്കളഞ്ഞു. ആരുടെയും കോപം നിനക്കല്ല, അവർക്ക് തന്നെ വിനയായിത്തീരും. ആമേൻ. നിനക്ക് വിരോധമായി കോപത്തോടെ ആയുധം ഒരുക്കുന്ന, കോപമെന്ന ആയുധം ഒരുക്കുന്ന ചിലതിനെയൊക്കെ ആ ആയുധത്തിൽ തന്നെ എന്റെ ദൈവം തൂക്കിക്കളയുവാൻ. ഓ ശിഖാരാധനെ ശന്ധാരകനെ യേശുവിൻ നാമത്തിൽ ഒരു ദൂത് വിളിച്ചു പറയട്ടെ, സഭയെ, നിനക്ക് വിരോധമായി ശത്രു ഉണ്ടാക്കുന്ന ആയുധത്തെ തകർക്കുമെന്നല്ല, ആ ആയുധത്തിൽ നിന്റെ ശത്രുവിനെ എന്റെ ദൈവം തകർക്കും. ആ ആയുധത്തിനായി നീ ദൈവത്തെ സ്തുതിക്ക്. അവൻ നീട്ടിയ ആയുധത്തിനായി, അവൾ എറിഞ്ഞ ആയുധത്തിനായി, അവർ പറഞ്ഞ വാക്കുകൾക്കായി ദൈവത്തെ സ്തുതിക്ക്. ഇതാ അവർ അതിൽ തകരുവാൻ. ഓ ഷാറിയാധാര ശഖ രദരെ ശന്ധാരകന ദ്വീപൽ ബൗഡ ശന്ധോരകന യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. നോക്കൂ, ആയുധം ഫലിച്ചില്ലെന്ന് മാത്രമല്ല, ആ ആയുധം കൊണ്ട് തന്നെ അവർ വീഴുകയും ചെയ്തു. ഇതിനകത്ത് ഏറ്റവും രസകരമായ ഒരു കാര്യമുണ്ട്. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കുക. എസ്തേറിന്റെ പുസ്തകം. ആമേൻ. സ്തോത്രം. നമ്മൾ ബാലരമയിലെ ചെറിയ ഒരു കഥ വായിക്കുന്നത് പോലെ നമുക്ക് വായിച്ച് രസകരമായിട്ട് തീർക്കുവാൻ കഴിയുന്ന പുസ്തകമാണ്. അപ്പോൾ പണി കിട്ടിയെന്ന് ഹാമാൻ 6-ാം അധ്യായത്തിൽ മനസ്സിലായി, 7-ാം അധ്യായത്തിൽ മനസ്സിലായി. ഹാമാൻ ഓടി കഴിമരം ഉണ്ടാക്കാൻ പറഞ്ഞ സേരസ് എന്ന ഭാര്യയുടെ അടുക്കൽ വരിക. പെണ്ണുമ്പിളെ സാധിച്ചു, പണി കിട്ടി. ആമേൻ. രാജാവ് ആപ്പാടെ കോപിച്ചു. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? നീ ഒരു ബുദ്ധി പറഞ്ഞതാ. ആമേൻ. പുള്ളി വിചാരിച്ചത് ആമേൻ കഴിമരം ഓടിക്കാനുള്ള വല്ല വഴിയും പറഞ്ഞു കൊടുക്കും. ഉടനെ പുള്ളി പറയുക, ഹാമാനെ, കാര്യമൊക്കെ ശരി തന്നെയാ, മൊർദെഖായി അവൻ യഹൂദനാ, നീ അവനോട് കളിച്ചത് കൊണ്ട് ഇനി എനിക്കൊന്നും ചെയ്യുവാനില്ല, എരികേറ്റുന്നവരൊക്കെ മാറി നിൽക്കും. ആമേൻ. റാധാര ശഖ രദരെ ശന്ധാരകന. സഹോദര, നിനക്ക് വിരോധമായി നിന്റെ തൊഴിലിടത്തിൽ ചിലരെ എരികേറ്റി ഓ യെസ് യേശുവിൻ നാമത്തിൽ ചിലരെ എരികേറ്റി വിടുന്നവരുണ്ട്, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ട്. പറയുമ്പോ ആമേൻ നിന്നെ അപമാനിക്കുമ്പോ ചിലർ ഓ റാധാര ശഖ രദരെ രണ്ടു കൂടെ ഇട്ട് പറഞ്ഞ് അങ്ങനെ തന്നെ നീ പറയ, അങ്ങനെ തന്നെ ചെയ്യ്. അവൾ ഇവിടെ നിൽക്കണ്ട, അവൾ ഓടട്ടെ, അവൻ ഓടട്ടെ, അവൻ ജോലിയില്ലാത്തവനായി തീരട്ടെ, അവന്റെ കുടുംബം തകരട്ടെ, അവൾ വീട് വിട്ടിറങ്ങി പോകട്ടെ, അവൾ പോയി ചാകട്ടെ. ഓ ഹല്ലേലൂയ. ഹാമാൻ ഓടിപ്പോയത് അതുകൊണ്ടാണ്. പെണ്ണുമ്പിള്ള എന്തെങ്കിലുമൊക്കെ സൂത്രം പറഞ്ഞു കൊടുക്കുമെന്ന് വിചാരിച്ചാ. ആമേൻ. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയരെ, കോപമെന്ന ആയുധമെടുത്ത് ആമേൻ ദുഷ്പ്രചരണങ്ങളുമായി മനുഷ്യരെ തകർക്കുവാൻ നമ്മൾ പുറപ്പെടുമ്പോൾ തിരിച്ചറിയുക, കൂടെ നിന്ന് ഒത്തിരി പേർ കൈയടിച്ചു തരും. ആമേൻ. ലാസ്റ്റ് ആ ആയുധം നമുക്ക് നേരെ വരുമ്പോൾ കൈയടിക്കുന്ന ഒരൊറ്റ എണ്ണം കാണത്തില്ല. ആമേൻ. കഴിമരത്തിൽ പാവം ഹാമാന്റെ തല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശേരസുമില്ല, സ്നേഹിതന്മാരുമില്ല. ഞാൻ വിചാരിക്കുന്നു അതിലേതെങ്കിലും നല്ല സ്നേഹിതനെയും കൊണ്ട് ശേരസ് പോയി കാണും. തുടർന്ന്
ജീവിക്കണമല്ലോ. ആമേൻ. അവരൊക്കെ പോവും. ആമേൻ, സ്തോത്രം. നിന്റെ കോപം എന്ന ആയുധം, അതെ, ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, ശത്രു നിങ്ങൾക്കായി ഒരുക്കുന്ന കോപം എന്ന ആയുധത്തെ ദൈവം തകർക്കും. ആമേൻ, സ്തോത്രം. ആ കോപത്തിൽ, ഒരുത്തരുടെയും കോപത്തിൽ നീ നശിച്ചു പോകുവാൻ എൻ്റെ ദൈവം സഭയെ ആരുടെയും കോപത്തിൽ, ആരുടെയും ഈഗോയിൽ നീ നശിച്ചു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല. ആമേൻ, സ്തോത്രം. നോക്കൂ, സഭയുടെ ചരിത്രം നിങ്ങൾ പഠിക്കുന്നത് നിങ്ങൾക്ക്, ആമേൻ, സ്തോത്രം, ഒത്തിരി ഗുണകരമായി തീരും. ആമേൻ, സ്തോത്രം. സഭ, ആമേൻ, ആരംഭിച്ച സമയത്ത് യഹൂദന്മാരുടെ കോപം, റോമക്കാരുടെ കോപം, ആമേൻ, റോമൻ ഗവൺമെന്റിന്റെ കോപം, നീറോ ഉൾപ്പെടെയുള്ള ചക്രവർത്തിമാരുടെ കോപം, ഈ കോപം എല്ലാം കൂടെ സഭയുടെ മേലെ ഇങ്ങ് ചൊരിഞ്ഞു. ആമേൻ. ഇവന്മാരെല്ലാം വിചാരിച്ചത് ഇങ്ങനെയാണ്, യഹൂദ മതം വലുതാണ്, അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റി നശിച്ചു പോകും. റോമിന്റെ അധികാരം വലുതാണ്, ചക്രവർത്തി പ്രബലനാണ്, കിങ്കരന്മാരുണ്ട്, അതുകൊണ്ട് അവൻ ക്രിസ്ത്യാനിറ്റി നശിച്ചു പോകും. ആമേൻ, സ്തോത്രം. റോമിന് അധികാരമുള്ളത് കൊണ്ട് ഇവന്മാരെയൊക്കെ പിടിച്ച് സിംഹങ്ങളുടെ മുമ്പിൽ ഇട്ടുകൊടുത്തിട്ട് ഇവന്മാർ പ്രാണപ്രാളത്തോടെ ഓടുന്നത് കണ്ട് കൈയടിക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് ചിന്തിച്ച്, ആമേൻ, ആമേൻ, സ്തോത്രം, ഭക്തന്മാരെ, വിശുദ്ധന്മാരെ, സയൻസിനെ, ആമേൻ, ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിന്നവരെ എറിഞ്ഞു കൊടുത്ത റോമിലെ കൊളോസിയമുണ്ട്. ആ കൊളോസിയത്തിൽ ക്രിസ്ത്യാനിറ്റി തകരും, ക്രിസ്ത്യാനിറ്റി തകരും എന്ന്, ആമേൻ, സ്തോത്രം, 1-ാം നൂറ്റാണ്ടിൽ പലരും വിചാരിച്ചതാ. പക്ഷേ 2 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയാലും പറ്റിയില്ലെങ്കിലും ഒരുപാട് അഭിഷിക്തന്മാർ, യേശുവിന് വേണ്ടി നിന്ന, നിത്യതയ്ക്കായി ഒരുങ്ങിയ ഒരുപാട് അഭിഷിക്തന്മാർ സിംഹത്തിന്റെ കടിവലിയിൽ ആഹാരമായി തീർന്ന അതേ റോമിലെ കൊളോസിയത്തിൽ നിന്ന് ക്രിസ്ത്യാനികളുടെ, ആഗോള ക്രിസ്ത്യാനികളുടെ പോപ്പ് വിളിച്ചു പറയും, നിങ്ങൾക്ക്, ആമേൻ, ക്രിസ്മസ് ആശംസകൾ. എവിടെ തകർക്കുവാൻ നോക്കിയോ അവിടെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. എവിടെ പൊളിക്കുവാൻ നോക്കുന്നുവോ അവിടെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഒരുത്തന്റെ അധികാരത്തിലും, ഒരുത്തന്റെ ആൾബലത്തിലും, ഒരുത്തന്റെ അതാത് മനുഷ്യനായാലും പന്നപ്പിശാചായാലും അവരുടെ പദ്ധതിയിൽ തകർന്നു പോകുന്നതല്ല ദൈവത്തിന്റെ സഭ. നീ അവരുടെ പദ്ധതിയിൽ തകർന്നു പോകത്തില്ല. ഒരു മനുഷ്യന്റെ ദുഷ്ട ചിന്തയിലും നീ തകർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല. ആമേൻ, സ്തോത്രം. അതുകൊണ്ട്, ആമേൻ, സ്തോത്രം, നമ്മൾ ഭയപ്പെടേണ്ട. രണ്ടാമതായി, അസൂയ എന്ന ആയുധം. നോക്കൂ, ഉൽപ്പത്തി പുസ്തകം 26:14 വാക്യം വായിക്കുമ്പോൾ, അവന് ആട്ടിൻകൂട്ടങ്ങളും മാട്ടിൻകൂട്ടങ്ങളും വളരെ ദാസന്മാരും ഉണ്ടായിരുന്നത് കൊണ്ട് ഫെലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. ആരോട് ഫെലിസ്ത്യർക്ക് അസൂയ തോന്നി? ഈ സ്തോത്രം, ഈസഹാക്കിനോട് ഫെലിസ്ത്യർക്ക് അസൂയ തോന്നി. നോക്കൂ, 26-ാം അധ്യായം നിങ്ങൾ തൊട്ട് മുകളിലേക്കുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിയും, ഈസഹാക്ക് ആ ദേശത്ത് എന്ത് ചെയ്തു? വിതച്ചു. ആമേൻ, കേൾക്ക്, ഈസഹാക്ക് വിതച്ചു. വിതച്ചതുകൊണ്ട് ദൈവം അവന് 100 മേനി ഫലം കൊടുത്തു. ആമേൻ. ആരാണ് കൊയ്യുന്നത്? വിതയ്ക്കുന്നവൻ കൊയ്യും. ബൈബിൾ പറയുന്നു, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. ബൈബിൾ പറയുന്നു, കരയുന്ന നിനക്ക് ഒരു കൊയ്ത്തുണ്ട്. കരയുന്ന നിനക്ക് സഭയെ ഒരു കൊയ്ത്തുണ്ട്. കരയുന്ന സഹോദര, കരയുന്ന സഹോദരി, നിനക്കൊരു കൊയ്ത്തുണ്ട്, നിനക്കൊരു കൊയ്ത്തുണ്ട്. ആമേൻ. വിതയ്ക്കുന്നവൻ മാത്രമേ കൊയ്യത്തുള്ളൂ. ഹല്ലേലൂയ. വിതയ്ക്കുന്നവൻ മാത്രമേ കൊയ്യത്തുള്ളൂ. ആമേൻ, സ്തോത്രം. ഫെലിസ്ത്യൻ എന്തുകൊണ്ട് കൊയ്തില്ല? അവൻ വിതച്ചില്ല. പക്ഷേ ശത്രുവിന്റെ ദേശത്തിലും, ആമേൻ, ഇസഹാക്ക് വിതയ്ക്കുവാൻ തയ്യാറായി. അവൻ കണ്ണുനീരോടെ വിതച്ചു. ദൈവം അവൻ ആർപ്പോടുള്ള ഒരു കൊയ്ത്തൊരുക്കി. ആമേൻ. കണ്ണുനീരോടെ വിതച്ചവർക്ക് ദൈവം ആർപ്പോടെ കൊയ്ത്തൊരുക്കുക. ആമേൻ, ഹല്ലേലൂയ. നീ കണ്ണുനീരോടെ വിതയ്ക്കുന്നത് കണ്ട് അസൂയപ്പെടുന്നവരുണ്ട്. നീ പ്രാർത്ഥിക്കുന്നത് കണ്ട്, നീ ആരാധിക്കുന്നത് കണ്ട്, നീ ദൈവസന്നിധിയിൽ നിൽക്കുന്നത് കണ്ട്, നീ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നത് കണ്ട്, ആമേൻ, അസൂയപ്പെടുന്നവരുണ്ട്. കേൾക്ക്, അവരുടെ മുമ്പിൽ നിനക്കൊരു കൊയ്ത്തനുഭവം എൻ്റെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. നീ ആയിരിക്കുന്ന സ്ഥാനത്ത്, ആയിരിക്കുന്ന രാജ്യത്ത്, ആയിരിക്കുന്നിടത്ത് എൻ്റെ ദൈവം നിനക്കൊരു കൊയ്ത്ത് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണമേ, ആരാണ്, ആമേൻ, അസൂയാലുക്കളായി മാറിയത്? ഫെലിസ്ത്യനാണ് അസൂയാലുക്കളായി മാറിയത്. ആമേൻ, സ്തോത്രം. എന്തുകൊണ്ടാണ് അസൂയ തോന്നിയത്? ആമേൻ, ഈസഹാക്ക് കൊയ്തു. ഫെലിസ്ത്യന്റെ ദേശത്ത് പോയി ഈസഹാക്ക് കൊയ്തു. ആമേൻ, സ്തോത്രം. ആമേൻ. പലപ്പോഴും, ആമേൻ, ശുശ്രൂഷ ജീവിതത്തിൽ ആയിരിക്കുമ്പോൾ, ആമേൻ, ഞങ്ങൾ, ആമേൻ, സ്തോത്രം, ദൈവസന്നിധിയിൽ ഞങ്ങൾ എന്തെങ്കിലും ആയി എന്നല്ല പറയുന്നത്. ആമേൻ, നന്നായി ജീവിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടത് തരുന്നുണ്ട്. അതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നന്ദി കർത്താവേ. ആമേൻ, സ്തോത്രം. പലരും ചോദിക്കാറുണ്ട്, ആമേൻ, സ്തോത്രം, എന്തുകൊണ്ടാണ്, ആമേൻ, സ്തോത്രം, നിങ്ങൾക്ക് കർത്താവ്, ആമേൻ, സ്തോത്രം, ഇങ്ങനെ അനുഗ്രഹങ്ങൾ തരുന്നത്? എന്തുകൊണ്ടാണ്
നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടുന്നത്. ഒരുപക്ഷെ അവരുടെ ചിന്ത അവർ അനുഗ്രഹിക്കപ്പെട്ടില്ല, അല്ലെങ്കിൽ അവർ അറിയുന്ന പലരും അനുഗ്രഹിക്കപ്പെട്ടില്ല, അല്ലെങ്കിൽ അവർ പഠിച്ച ആ ശാസ്ത്രമനുസരിച്ച് അനുഗ്രഹിക്കുവാൻ ദൈവത്തിന് കഴിയില്ല. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരായിരിക്കും. അപ്പോൾ ഞങ്ങൾ സന്തോഷത്തോടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. പറയുവാൻ പറ്റുന്നവരോട് എല്ലാവരോടും പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, അല്ലെങ്കിൽ പ്രിയ ദേവദാസനെ, പ്രിയ ബ്രദറെ, ആമേൻ, സ്തോത്രം. നിങ്ങൾ ഞങ്ങളുടെ അനുഗ്രഹം കാണുന്നുണ്ട്. അതിന് പിന്നിൽ കണ്ണുനീരോടെ ഞങ്ങൾ വിതച്ച ഒത്തിരി വിതയുടെ അനുഭവങ്ങളുണ്ട്. ഒത്തിരി അർദ്ധരാത്രികളിൽ ഞങ്ങൾ ഉറങ്ങാതെ വിതച്ച വിതയുടെ അനുഭവങ്ങളുണ്ട്. ഒത്തിരി അർദ്ധരാത്രികളുടെ പ്രാർത്ഥനയുണ്ട്. ഒത്തിരി അർദ്ധരാത്രികളുടെ ഉപവാസമുണ്ട്. ഒത്തിരി അർദ്ധരാത്രികളുടെ നിലവിളിയുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ തലകുനിക്കപ്പെട്ട അനുഭവമുണ്ട്. ഒത്തിരി പേരുടെ മുമ്പിൽ ആമേൻ തലകുനിച്ചു പ്രതിവാദം പറയുവാൻ കഴിയാതെ മരണം ഇതിനേക്കാൾ നല്ലതെന്ന് ചിന്തിച്ച് അപമാനിക്കപ്പെട്ട് നിന്ന അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് അന്ന് മടി കൂടാതെ വിതച്ചതുകൊണ്ട് ഇന്ന് കൊയ്യുവാൻ ദൈവം ആമേൻ ഒരുക്കി. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ കൊയ്യുവാൻ. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവസന്നിധിയിൽ വിതയ്ക്കുന്നവന് കൊയ്ത്തുണ്ട്. ആമേൻ. ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, ദൈവസന്നിധിയിൽ വിതയ്ക്കുന്നവന് കൊയ്ത്തുണ്ട്. പ്രാർത്ഥന മാത്രമല്ല ഞങ്ങളുടെ വിത, ഉപവാസം മാത്രമല്ല ഞങ്ങളുടെ വിത, കണ്ണുനീർ മാത്രമല്ല ഞങ്ങളുടെ വിത. ആമേൻ, സ്തോത്രം. ഞങ്ങൾ കൊയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒത്തിരി വിതയ്ക്കുന്നുണ്ട്. ഒരു ബൈബിൾ പഠിതാവിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് തിരിച്ചറിയുവാൻ കഴിയേണ്ട ഒരു കാരണമുണ്ട്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ആമേൻ, പഴയ നിയമവും പുതിയ നിയമവും ഒരുപോലെ പറയുന്നു. ആമേൻ, കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കിട്ടുന്നില്ലെങ്കിൽ കൊടുക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊള്ളണം. ആമേൻ. കിട്ടുന്നില്ല എങ്കിൽ കൊടുക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊള്ളണം. ആമേൻ, സ്തോത്രം. ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ പ്രാർത്ഥന മാത്രമല്ല വിത, കണ്ണുനീർ മാത്രമല്ല വിത, കൊടുക്കുന്നുണ്ട്. ആമേൻ, സ്തോത്രം. ദൈവസന്നിധിയിൽ മടി കൂടാതെ പറയട്ടെ, ലോകത്തിൽ ആർക്കും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ദശാംശം അത് ദൈവത്തിന്റെ ആലയത്തിനുള്ളതാണ്. അതിൽ ഒരു കള്ളത്തനം അല്ലെങ്കിൽ ആമേൻ മലാക്കി പ്രവാചകനിലൂടെ വിളിച്ചു പറഞ്ഞതുപോലെ മോഷണം നടത്താറില്ല. ആമേൻ. ദശാംശം ദൈവത്തിനുള്ളത്, അത് ദൈവത്തിന്റെ സന്നിധിയിൽ അർപ്പിക്കുന്നുണ്ട്. 10 രൂപ കിട്ടിയാൽ നിശ്ചയമായും 1 രൂപ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുവാൻ ഇന്ന് വരേക്കും കർത്താവ് അവസരം തന്നിട്ടുണ്ട്. തീർന്നില്ല. ആമേൻ. 10 രൂപ മാറ്റിവെക്കുമ്പോൾ, ആമേൻ, സ്തോത്രം. ആമേൻ. 1 രൂപ ദശാംശം കൊടുത്ത് 9 രൂപ മാറ്റിവെക്കുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ പോയിരുന്ന് കരയും, കർത്താവേ, ഈ 9 രൂപ എനിക്ക് തന്ന കൃപയ്ക്കായി ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. ആമേൻ. കർത്താവ് പറയും, നീ ലോകത്തിലേക്ക് നോക്കടാ. ആമേൻ. നിന്റെ കയ്യിൽ ഞാൻ തന്നിട്ടുണ്ടെങ്കിൽ അതിന് അവകാശി നീയും നിന്റെ കുടുംബവും മാത്രമല്ല, അവകാശികൾ ചുറ്റുമുണ്ട്. ആമേൻ. മടിയില്ലാതെ അതിനു വേണ്ടിയും മാറ്റിവെക്കുന്നുണ്ട്. ആമേൻ. വെറുതെ പറയുന്നതല്ല, മാറ്റി വയ്ക്കുന്നത് കൊണ്ട് തന്നെയാ പറയുന്നത്. ആമേൻ. അവിടം കൊണ്ട് തീരത്തില്ല. ആമേൻ, സ്തോത്രം. ദൈവത്തിന്റെ ആലയത്തിൽ കടന്നു വരുമ്പോൾ, ആമേൻ, ഞാൻ താമസിക്കുന്ന വീട്ടിൽ നിന്ന് എന്റെ ആലയത്തിനകത്ത് കടന്നു വരുമ്പോൾ, ആലയത്തിൽ ഞാൻ എന്റെ ഭവനത്തിനകത്ത് ഉള്ള ഒരു കുറവ് അനുഭവിച്ചാൽ എന്റെ ഉള്ളിൽ ഒരു കുറ്റബോധം ഉണ്ടാകും. കർത്താവേ, ഞാൻ ഇത്രമാത്രം നല്ല ഭവനത്തിൽ നിന്ന് കടന്നു വന്നിട്ട് എന്റെ ആലയത്തിനകത്ത് ഇന്ന കുറവുകൾ ഉണ്ടല്ലോ, ഇന്ന കുറവുകൾ ഉണ്ടല്ലോ. ആമേൻ. ആ വിതയാണ് പ്രിയരെ ഇതിനകത്തിരിക്കുന്ന ഓരോ സാധനങ്ങളും. ആമേൻ. ആ വിതയാണ് ഇതിനകത്ത് വാങ്ങുന്ന. ഒരുപക്ഷെ ആവർത്തിച്ചു പറയട്ടെ, വിഷമം തോന്നേണ്ട. ആമേൻ, സ്തോത്രം. പലരുടെയും 1, 2, 3 മാസത്തെ ശമ്പളമാണ് ഓരോ മാസവും ഇതിനകത്ത് വാങ്ങുന്ന ഓരോ കാര്യങ്ങളും. ആമേൻ, സ്തോത്രം. അതൊരു ബോക്സ് ആകട്ടെ, അത് ഇതിനകത്തായിരിക്കുന്ന ഇലക്ട്രിക്കൽ സാധനങ്ങളാകട്ടെ, നിങ്ങൾ ഇതിന്റെയൊക്കെ ഫോട്ടോയും എടുത്തിട്ട് ഏതെങ്കിലും ഒരു കടയിൽ പോയി വില ചോദിക്കുക. ഞാൻ ഇതിന്റെ വില പറഞ്ഞാൽ മിക്കവാറും വിജയന്റെ ഇതിനകത്ത് ഇറക്കി വിടും. ആമേൻ, സ്തോത്രം. നിങ്ങൾ പോയി ചോദിക്കുക, അപ്പോൾ അവർ പറഞ്ഞു തരും ഇതിനകത്തിരുന്ന് ഈ ശബ്ദിക്കുന്ന ഓരോ സാധനങ്ങളുടെയും വില. ആമേൻ, സ്തോത്രം. അത് വിതയ്ക്കുന്നതാണ്. ആമേൻ. കാരണം എനിക്കറിയാം ഒരു കൊയ്ത്തുണ്ട്. ആമേൻ, സ്തോത്രം. വിതയ്ക്കുന്ന എനിക്കൊരു കൊയ്ത്തുണ്ട്. ഞാൻ കൈ നിറയെ വിതയ്ക്കുന്നുണ്ട്, മടി നിറയെ ദൈവം തരുന്നുമുണ്ട്. വിതയ്ക്കുന്നത് കൊണ്ടാണ് തരുന്നത്. ആമേൻ. അതിൽ സന്തോഷമേ ഉള്ളൂ. എവിടെ നിന്നൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് തരുന്നത്, ആമേൻ, പലർക്കും അറിയത്തില്ല. എന്നാൽ പ്രൈസർ ഫാമിലിയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാം അവരുടെ ജീവിതം എന്താണ് എന്ന്. ആമേൻ, സ്തോത്രം. ഞങ്ങൾക്കൊപ്പം, ആമേൻ, സ്തോത്രം, അങ്ങനെ ഒരു ഭവനത്തിൽ പ്രിയ ബ്ലസ്സിയും ജിത്തുവും കടന്നു വന്നിട്ടുള്ളതാണ്. ആമേൻ, സ്തോത്രം. നമ്മൾ കടന്നുപോയി പ്രാർത്ഥിച്ച വിഷയം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ആ സഹോദരൻ ഇപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ട്. വേഗത്തിൽ നമുക്ക് സ്തോത്ര പ്രാർത്ഥനയ്ക്ക് ആ ഭവനത്തിൽ കടന്നു പോകേണ്ടി വരും.
ആ സഹോദരൻ കുടുംബത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ആമേൻ, സ്തോത്രം. ആ സഹോദരന് വിരോധമായി ആമേൻ താൻ ഗൾഫ് രാജ്യത്തിലായിരുന്നു. ആ രാജ്യത്തെ സ്പോൺസറും ആ രാജ്യക്കാരായ ആളുകളും ചേർന്ന് ചീറ്റിംഗ് കേസ് കൊടുത്തു. ആമേൻ, ചുരുക്കം ആമേൻ എമൗണ്ട് അല്ല, ഒരു മനുഷ്യനെ ആമേൻ കൊലപാതക കേസിൽ അകത്ത് പിടിച്ചിട്ട് തിരികെ കൊണ്ടുവരുവാൻ വേണ്ടി ഇവിടെ റോഡ് നീളെ ശിക്ഷ എടുത്ത കഥ നമുക്കറിയാം. അത്രമാത്രം കൊടുക്കേണ്ടി വരും തിരികെ വരണമെങ്കിൽ. അങ്ങനെ പോലും വരുവാൻ കഴിയാത്ത കേസിൽ പിടിച്ചിട്ടു. ആമേൻ, ആ ഭവനത്തിൽ കടന്നുപോയി, പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആമേൻ 2 കാവലുകളെ കാണിച്ചു. അന്ന് പുള്ളി കാവലിലായിട്ടില്ല, ജയിലിലായിട്ടില്ല. പക്ഷെ 2 തവണ പുള്ളി ജയിലിൽ കയറി. 3ാമത് ദൈവത്തിന്റെ ദൂതൻ തിരികെ വീട്ടിനകത്ത് കൊണ്ടാക്കി. ആമേൻ, ഹല്ലേലൂയ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. വിതയ്ക്കുന്നത് കൊണ്ടാണ് അവിടങ്ങളിൽ കൊയ്യുവാൻ കർത്താവ് അവസരം നൽകുന്നത്. അവിടെ 1 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് അരമണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങുകയല്ല. ആമേൻ, സ്തോത്രം. ആ ഭവനത്തിന് വേണ്ടി നെടുനീളമുള്ള പ്രാർത്ഥനകളുണ്ട്. ആമേൻ, സ്തോത്രം. പുറമേ നിൽക്കുന്നവർക്ക് കൊയ്ത ഇസഹാക്കിനെ അറിയത്തുള്ളൂ. ആമേൻ, ശത്രുവിനെ പേടിച്ച് അർദ്ധരാത്രികളിൽ ആമേൻ ജീവികൾ സ്തോത്രം വിതച്ചത് കൊണ്ടുപോകാതിരിക്കുവാൻ വേണ്ടി ഭയന്ന് തോട്ടം കാത്ത അധ്വാനിച്ച ഇസഹാക്കിനെ പലർക്കും അറിയത്തില്ല. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ വിതയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിശ്ചയമായിട്ടും കൊയ്യുക തന്നെ ചെയ്യും. നീ ദൈവത്തിന്റെ സന്നിധിയിൽ വിതയ്ക്കുമെങ്കിൽ നിനക്കൊരു കൊയ്ത്തുണ്ട്. നീ കൊയ്യുമെങ്കിൽ അസൂയയും ഉണ്ടാവും. ആമേൻ, ഹല്ലേലൂയ. നീ കൊയ്യുമെങ്കിൽ നിനക്കൊരു അസൂയയും ഉണ്ടാകും. ആമേൻ, സ്തോത്രം. ആമേൻ, അങ്കളെയെന്നും ആമേൻ സ്തോത്രം അച്ചാച്ചാന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന 4 ഡോക്ടർമാരുള്ള വീട്ടിലാണെന്ന് നമ്മൾ പോയത്. ആമേൻ, തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിധയെക്കുറിച്ച് പറഞ്ഞതാ, കൊയ്ത്തിനെ കുറിച്ച് പറഞ്ഞതാ. ആമേൻ, സ്തോത്രം. അങ്ങനെയൊക്കെ കൊയ്യുമ്പോൾ ആമേൻ, സ്തോത്രം, കൊയ്ത്ത് ഇത്തിരി കനത്തുള്ളതായിരിക്കും. ആമേൻ, തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നോക്ക്, ആമേൻ, ഉൽപ്പത്തി പുസ്തകം 26:15 പറയുന്നു, ഈ അസൂയ മുഴുത്തു. ആമേൻ. അപ്പോൾ സ്തോത്രം, ഫെലിസ്ത്യർക്ക് ഇസഹാക്കിനോടുള്ള അസൂയ മുഴുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? എന്നാൽ അവന്റെ പിതാവായ അബ്രഹാമിന്റെ കാലത്ത് അവന്റെ പിതാവിന്റെ ദാസന്മാർ കുഴിച്ചിരുന്ന കിണറൊക്കെയും ഫെലിസ്ത്യർ മണ്ണിട്ട് നികത്തി കളഞ്ഞു. അപ്പൊ നോക്കിയേ, ഇവൻ കൃഷി ചെയ്യുന്നത് ഇവിടുത്തെ വെള്ളം കൊണ്ടാ, ഉറവയിലെ വെള്ളം കൊണ്ടാ. അവന്റെ അപ്പൻ അബ്രഹാമും ദാസന്മാരും കുഴിച്ച ഉറവയിലെ വെള്ളം കൊണ്ടാ ഇവൻ എന്ത് ചെയ്യുന്നത്? കൃഷി ചെയ്യുന്നത്. അപ്പൊ ഫെലിസ്ത്യന് ഒരു ബുദ്ധി തോന്നി. സ്തോത്രം. ഫെലിസ്ത്യൻ വിചാരിച്ചു, ഇവന്റെ കുളം അങ്ങ് മൂടിയ, ആമേൻ, ഇവന്റെ അപ്പം കുഴിച്ച കുളം അങ്ങ് മൂടിയ ഇവൻ പട്ടിണി കിടന്ന് ചത്തതും തന്നെ. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ അവരെന്ത് ചെയ്തു? അസൂയ മുഴുത്തിട്ട് അബ്രഹാം ആമേൻ തോണ്ടിയ കിണറങ്ങ് ആമേൻ മൂടി. ആമേൻ, ഞാൻ ബൈബിളിലെ വാക്യമാണ് പറഞ്ഞു, 26:15. ആമേൻ, സ്തോത്രം. പിശാച് അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മളെ തകർക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വരുമാന മാർഗത്തെ തകർക്കണം, വഴി അടപ്പിക്കണം, ജോലി നഷ്ടപ്പെടുത്തണം, ഒന്നുമില്ലാത്തവളാക്കി, ഒന്നുമില്ലാത്തവനാക്കി, ഒന്നിനും കൊള്ളാത്തവനാക്കി തീർക്കണം. അപ്പോൾ അസൂയയുടെ ഫലം എന്താ? പലരും വിരോധമായി എഴുന്നേൽക്കുന്നത് എന്തുകൊണ്ടാ? സഹോദരി, ആ രാജ്യത്ത് നിനക്ക് ആമേൻ പ്രിയപ്പെട്ടവരാണെന്ന് നീ കരുതിയവർ പോലും നിനക്ക് വിരോധമായി ആമേൻ, സ്തോത്രം, എഴുന്നേറ്റ് അസൂയോടെ ചെയ്യുന്നത് എന്താ? നിന്റെ തൊഴിലിനെ നഷ്ടപ്പെടുത്തുക. അവർക്കറിയാം, തൊഴിലില്ലെങ്കിൽ നീ അവിടെ നിൽക്കത്തില്ല. ആമേൻ. വരുമാനമില്ലെങ്കിൽ സഹോദര നീ അവിടെ നിൽക്കത്തില്ല, നീ വാരിക്കെട്ടി പോകും. ആമേൻ. ഭർത്താവ് തരേണ്ടത് നിന്റെ കയ്യിൽ കിട്ടിയില്ലെങ്കിൽ സഹോദരി നീ അവിടെ നിൽക്കത്തില്ല. അതുകൊണ്ട് ഭർത്താവിന്റെ കൈ നിന്റെ നേരെ നീട്ടാതെ വണ്ണം അതിനെ കുരുടാക്കും. ചില കരങ്ങളെ എൻ്റെ കർത്താവ് നീട്ടുമാറാക്കുക. നിന്റെ ഭർത്താവിന്റെ നന്മ നിന്റെ കരങ്ങളിൽ വരുവാൻ പോകുക. നീട്ടി പ്രാർത്ഥിക്കുക യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക്. നിന്റെ മക്കളുടെ നന്മ നിന്റെ മേൽ വരാതെ വണ്ണം, നിന്റെ മക്കൾ അവൻ അധ്വാനിക്കുന്നത് നീ അനുഭവിക്കുവാൻ ഇടവരാത്തവണ്ണം ആ കരങ്ങളെ വരണ്ട കരങ്ങളാക്കി തീർക്കുന്ന എല്ലാ പൈശാചിക വ്യാപാരങ്ങളും ഇന്ന് പകലിൽ അഴിഞ്ഞു മാറുകയാണ്. ആമേൻ, സ്തോത്രം. നോക്കൂ, അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാം? ഒരു കിണർ മൂടിക്കളഞ്ഞാൽ ആമേൻ, സ്തോത്രം, ഇസഹാക്കിന് വേണമെങ്കിൽ ആമേൻ അപ്പൻ്റെ ദാസന്മാരെയും ഒക്കെ കൂട്ടിക്കൊണ്ടുപോയി ഫെലിസ്ത്യനോട് യുദ്ധം ചെയ്യാം. നോ യുദ്ധം, നോ വയലൻസ്. ആമേൻ, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ ലോകം നമുക്ക് നേരെ എയ്യുന്ന ആയുധങ്ങളൊന്നും നമുക്ക് തിരികെ എയ്യുവാനുള്ളതല്ല. ആമേൻ. നമ്മുടെ ഒരേ ഒരു ആയുധം സ്തുതിയും സ്തോത്രവുമായിരിക്കണം. ആമേൻ. എത്ര കിട്ടിയാലും സ്തുതിച്ചുകൊണ്ടേ ഇരിക്കണം, എത്ര കേട്ടാലും സ്തുതിച്ചുകൊണ്ടേ ഇരിക്കണം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന കാര്യത്തിൽ ഒരു കുറവും വരുത്തരുത്. ആവർത്തിച്ചു പറയട്ടെ, ആമേൻ. എത്ര കേൾക്കുന്നുവോ അത്രയും നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. ആമേൻ. നിങ്ങൾ കേൾക്കുന്നതിനനുസരിച്ച് ദൈവം നിങ്ങൾക്ക് തരും.
ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. കേൾക്കുന്നത് ആമേൻ നല്ലതാകണമെന്നൊന്നുമില്ല. ആമേൻ. നിങ്ങൾ എന്ത് കേട്ടാലും അതിനൊത്തവണ്ണം തൂക്കം എൻ്റെ ദൈവം തരും. ദൈവം അങ്ങനെയാ. ആമേൻ. ദൈവം അങ്ങനെയാ. ആമേൻ. ദൈവം അങ്ങനെ തരുന്നവനാ. നിങ്ങൾ കേൾക്കുന്നത് പഴിവാക്കാകട്ടെ, നിന്നയാകട്ടെ, ദുഷിയാകട്ടെ, അപമാനമാകട്ടെ, കളിയാക്കലാകട്ടെ, എന്ത് തന്നെ നിങ്ങൾ കേട്ടാലും അതിനൊത്തവണ്ണം എൻ്റെ ദൈവം നിങ്ങൾക്ക് തരും. ആമേൻ. അപ്പോ സ്തോത്രം. ഇസഹാക്ക് എന്താ ചെയ്യുന്നത്? ആമേൻ. സ്തോത്രം. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? അയ്യോ അപ്പൻ്റെ കിണർ മൂടിപ്പോയേ, അപ്പൻ്റെ കിണർ പോയേ, അപ്പൻ്റെ കിണർ പോയേ, അമ്മേരെ കിണർ പോയേ, ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ ആമേൻ. ഇസഹാക്ക് പറയും പോടാ നിന്റെ ജോലി നോക്കി. ആമേൻ. അപ്പം കുഴിച്ച കിണർ വെട്ടിപ്പോയ ഞാൻ അടുത്തൊരു കിണർ കുഴിക്കും. ആമേൻ. സ്തോത്രം. ആമേൻ. മണ്ണിനടിയിൽ വെള്ളം അപ്പനും അമ്മയും അല്ല വച്ചിരിക്കുന്നത്. ആമേൻ. സ്തോത്രം. അപ്പനും അമ്മയും സ്തോത്രം. ആമേൻ. അടിസ്ഥാനം ഇട്ടടുത്തേ നിൽക്കാൻ പറ്റുമോ? അങ്ങനെയൊന്നുമില്ല. ആമേൻ. മൂടിക്കളഞ്ഞ അടുത്തടുത്ത് പോയി ഞങ്ങൾ കുഴിക്കും. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. സ്തോത്രം. ആ ഉറപ്പുണ്ടായിട്ട് തന്നെ ആ കർത്താവിന്റെ വേലയ്ക്കായി ഇറങ്ങി തിരിച്ചത്. അപ്പോ സ്തോത്രം. അവർ വീണ്ടും പോയി കുഴിച്ചെന്നേ. ആമേൻ. അവിടെയും ശത്രു പ്രശ്നം ഉണ്ടാക്കി. അവർ വീണ്ടും പോയി കുഴിച്ചു. നോക്ക് 26, 22 പറയുന്നു, അവൻ അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു. അതിനെക്കുറിച്ച് അവർ ഷണ്ടയിട്ടില്ല. യഹോവ ഇപ്പോൾ നമുക്ക് ഇടം ഉണ്ടാക്കി നാം ദേശത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞ് അതിന് രഹോബോത്ത് എന്ന് പേരിട്ടു. രഹോബോത്ത് ഒരുക്കുന്ന ഒരു ദൈവം ഉണ്ട്. ആമേൻ. ഒരു ശത്രുവിന് നിന്നെ തകർത്ത് കളയുവാൻ കഴിയാത്ത വിധത്തിൽ നിനക്കൊരു വർധനവ് ഒരുക്കുന്ന ഒരു ദൈവമുണ്ട്. നിനക്കൊരു വർധനവ് ഒരുക്കുന്ന ഒരു ദൈവം ഉണ്ട്. ആമേൻ. സ്തോത്ര. ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ആയിരിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ, ആമേൻ. സ്തോത്രം. ഞങ്ങളുടെ കുടുംബ ചർച്ചിനകത്താണ് ഞങ്ങളായിരുന്നത്. ഞാൻ സ്നാനപ്പെട്ടത് എൻ്റെ കുടുംബ ചർച്ചിനകത്താണ്. ആമേൻ. സ്തോത്രം. അപ്പോൾ അതിൻ്റെ ഒരു പ്രിവിലേജ് ഉണ്ടായിരുന്നു. ആമേൻ. സ്തോത്രം. ആമേൻ. സ്തോത്രം. അവിടെ ആരാധിക്കുവാനുള്ള, അവിടെ പ്രാപിക്കുവാനുള്ള ആമേൻ അവസരത്തെ ആമേൻ ഇല്ലാതാക്കി കളഞ്ഞപ്പോൾ പലരും പിന്മാറിപ്പോകുന്നത് എപ്പോഴാ? ആമേൻ. ഒരു സഭയിൽ ഒരു പ്രശ്നമുണ്ടായാൽ ഉടനെ ആമേൻ വിശ്വാസവും പോയി, ആത്മീയ ജീവിതവും പോയി, എല്ലാം പോയി. പലരും പിന്മാറിപ്പോകും. പക്ഷേ എന്നെ കേൾക്കുന്ന പ്രിയരെ, ആമേൻ, അവിടെ ആമേൻ പ്രശ്നമുണ്ടായപ്പോൾ ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അവിടെ ഇല്ല, എവിടെ പ്രാർത്ഥിച്ചാലും ദൈവം പ്രാർത്ഥന കേൾക്കും. ആമേൻ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമെങ്കിൽ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. ചിലത് ശത്രു മൂടിക്കളഞ്ഞാൽ രഹോബോത്ത് ഒരുക്കുന്ന ഒരു ദൈവമുണ്ട്. വർദ്ധനവനായി രഹോബോത്ത് ഒരുക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചിലത് ശത്രു മൂടിക്കളഞ്ഞു എന്ന് ഭാരത്തോടെ നിങ്ങളായിരിക്കുന്നുവോ, ഒരു രഹോബോത്ത് എന്റെ ദൈവം നിനക്ക് വേണ്ടി, ഓ ശാഖാരധരെ ശാന്താരങ്ങൾ, ഒരു രഹോബോത്ത് നിന്റെ കുടുംബത്തിനകത്ത്, ഒരു രഹോബോത്ത് നിന്റെ തലമുറകളിൽ, ഒരു രഹോബോത്ത് നിന്റെ തൊഴിലുള്ള രഹോബോത്ത്, നിന്റെ സഭയിൽ ഒരു രഹോബോത്ത് എന്റെ ദൈവം. രാധാര ശഖ രധരെ ശദ്ധാരകന ദീപൽ ബൗഡ ശദ്ധോ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. സ്തോത്രം. തീർന്നില്ല. 22 ഒന്നുകൂടെ പറയുന്നുണ്ട്. ആമേൻ. അവൻ അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു. ആ കിണറിന്റെ പേര് ആമേൻ രഹോബോത്ത്. പിന്നെ അതിനെക്കുറിച്ച് അവർ ഷണ്ടയിട്ടില്ല. എന്ന് പറഞ്ഞാൽ പിന്നെ വഴക്ക് കൂടിയില്ല. വഴക്കിനൊക്കെ ഒരു സമയമുണ്ടെന്നേ. കുറെ കാലമൊക്കെ വഴക്ക് കൂടും. അത് കഴിയുമ്പോൾ വായടച്ച് മിണ്ടാതിരിക്കും. അവർക്ക് തന്നെ മനസ്സിലാവും, ഞാൻ വഴക്ക് കൂടുന്തോറും ഇവൻ വളർന്നുകൊണ്ടിരിക്കും. ആമേൻ. ഞാൻ പ്രശ്നം ഉണ്ടാക്കുന്തോറും ഇവൻ വളരും. അല്ല, ദൈവം അവനെ വളർത്തും. ആമേൻ. പ്രശ്നക്കാർ ഒരു 10 പേരുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിയും, നിങ്ങൾ വളരുവാൻ പോകുക. ആമേൻ. ചുറ്റും ചിലർ പ്രശ്നക്കാരായി എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിയ, നിങ്ങൾക്കൊരു വളർച്ചയില്ല. 4 സൈഡ് നിൽക്കുന്നവരുടെ കയ്യിൽ 4 വെഞ്ചാമരമുണ്ടെങ്കിൽ നിങ്ങൾ വളരത്തില്ല. അത് നിങ്ങളെ കുഴിക്കകത്താക്കും. ആമേൻ. ഹല്ലേലൂയ. ആരെങ്കിലും കൂടെ നിന്നിട്ട്, ആമേൻ. സ്തോത്രം. ഇന്ന് വരെയുള്ള ആത്മീയ ജീവിതത്തിലെ, ഭൗതിക ജീവിതത്തിലെ ഒരു അടിസ്ഥാനം വെച്ചിട്ട് പറഞ്ഞു തരാം. അയ്യോ ബ്രദറെ, നിങ്ങൾ ഭയങ്കര സംഭവമാണ്, അപ്പൻ ചിന്തിച്ചോളണം. ആമേൻ. ഈ വാക്ക് എന്നെ ശവക്കുഴിയിൽ കൊണ്ടുവന്ന് എത്തിക്കും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നല്ലത് പറയുന്നവരൊക്കെ പണി തരും. ആമേൻ. ആമേൻ. ഹൃദയത്തിനകത്തുള്ള സ്നേഹം അങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്നതൊന്നുമല്ല. ആമേൻ. സ്തോത്രം. ആ സ്നേഹം അതെപ്പോഴും കാണും. ആമേൻ. സ്തോത്രം. അങ്ങനെ സ്നേഹിക്കുന്നവരായ ഒരു സഭ എനിക്ക് ൊപ്പമുള്ളതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആമേൻ. സ്തോത്രം. കേൾക്കണമേ. ആമേൻ. സ്തോത്രം. ആമേൻ. അവർ അവിടെ നിന്ന് മാറിപ്പോയി കിണർ കുഴിച്ചു. വെള്ളം കൊടുത്തു എന്ന് മാത്രമല്ല, വെള്ളവും കൊടുത്തു, വർധനവും കൊടുത്തു, ഷണ്ടയും തീർന്നു. ആമേൻ. അപ്പൊ ചില കിണറുകൾ കുഴിയുമെങ്കിൽ, ആമേൻ, അസൂയ എന്ന ആയുധം തകരും. കിണർ കുഴിക്കാൻ തയ്യാറാണോ? ആമേൻ. സ്തോത്രം. ആഴത്തിൽ കുഴിക്കുവാൻ തയ്യാറാണോ? അസൂയ തകരുവാൻ പോകുക. നിനക്ക് വിരോധമായുള്ള അസൂയ, ഓ റാദാര ശഖ രധരെ ശന്താർഗന ദീപൽ ബൗഡ ശന്തോർഗന, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. പ്രിയരെ, നമ്മൾ എപ്പോഴും തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ആമേൻ. സ്തോത്രം. വാക്കുകൊണ്ടാകട്ടെ, പ്രവൃത്തി കൊണ്ടാകട്ടെ, ശത്രു നമ്മെ മുറിപ്പെടുത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയാൻ നമ്മിലൊരു വേല, കർത്താവിൻ്റെ വേല ഉണ്ട്. ആമേൻ.
നമ്മളൊരു പക്ഷേ ഇന്ന് ഇതിനകത്തിരിക്കുന്ന വിശ്വാസികളായിട്ടായിരിക്കാം പലരും ഇരിക്കുന്നത്. ആമേൻ, എനിക്ക് എന്തെങ്കിലും കിട്ടണം. പക്ഷേ ആ ഓരോ കിട്ടക്കത്തിൻ്റെ പിന്നിലും കർത്താവിൻ്റെ ഒരു ഭയങ്കര പരിപാടിയുണ്ട്. ആമേൻ, സ്തോത്രം. പാവൻ ലാസറിൻ്റെ സഹോദരിമാരെ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, അവനെ വന്നൊന്ന് സുഖമാക്കണം. പക്ഷേ യേശു അവിടെ നിന്നുകൊണ്ട് പ്ലാൻ ചെയ്യുകയാണ്. ഇവൻ മരിക്കും, നാട്ടുകാർ കലിപ്പുണ്ടാക്കും, കല്ലെടുക്കും, എല്ലാവരും കളിയാക്കും, അപ്പം ഞാൻ പോയി ഉയർപ്പിക്കും. ആമേൻ, സ്തോത്രം. തിരിച്ചറിയുന്നവർക്ക് ഇതാണ് ആറ്റിൻ്റെ കരയിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. ആമേൻ, യേശു പ്ലാനിങ് ആണ് ഭയങ്കര. വരട്ടെ, കുറച്ചുകൂടെ ആൾ കൂടട്ടെ, 50 പോരാ, 100 പേര് വരട്ടെ, 1000 പേര് വരട്ടെ, ഇവന്മാരെല്ലാം വിശ്വസിക്കണം. ആമേൻ, സ്തോത്രം. ഇവന്മാരെല്ലാം വിശ്വസിക്കുവാൻ പോകുക. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളിലൂടെ ദേശം ആമേൻ ദൈവത്തെ വിശ്വസിക്കുവാൻ പോകുക. നിങ്ങളിലൂടെ ദേശം കർത്താവിൻ്റെ അത്ഭുതത്തെ കാണുവാൻ പോകുക. കർത്താവ് ചില സ്ഥലത്ത് നിങ്ങളെ കൈവിട്ടെങ്കിൽ, ആമേൻ, ചില സ്ഥാനത്ത് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ഇല്ലാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ തിരിച്ചറിയുക. ആമേൻ, ആ സ്തോത്രം. ആമേൻ, എണ്ണം തികഞ്ഞിട്ടില്ല. എന്താ, നിങ്ങളിലൂടെ വിശ്വസിക്കേണ്ടവരുടെ എണ്ണം തികഞ്ഞിട്ടില്ല. ആമേൻ, കുറച്ചുകൂടെ വരട്ടെന്നാ യേശു അവിടെ നിന്ന് പറയുന്നത്. പോരാ, കുറച്ചുകൂടെ യഹൂദന്മാർ വരട്ടെ. യവന്മാരെല്ലാം ഈ ലാസർ മുഖാന്തരം മാനസാന്തരപ്പെടണം. മൂന്നാമതായി, നിന്ന എന്ന ആയുധം. ആമേൻ, കേൾക്ക്. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ, അവൾ ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിച്ചു, ദൈവം എൻ്റെ നിന്ന നീക്കിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. റാഹേലിൻ്റെ നിന്ന നീക്കിക്കളഞ്ഞ ദൈവത്തെ അവിടെ കാണുവാനായിട്ട് കഴിയും. ആമേൻ, നീ ഒരു ഭക്തനാണെങ്കിൽ ആമേൻ, നിശ്ചയമായും പറയട്ടെ, ആമേൻ, ആ നിന്നയ്ക്ക് കാരണമായ ഇല്ലായ്മയെ എൻ്റെ ദൈവം നീക്കിക്കളയും. എന്ത് ഇല്ലായ്മ മുഖാന്തരമാണോ നീ നിന്നയായി തീരുന്നത്, എന്ത് ഇല്ലായ്മ മുഖാന്തരമാണോ നീ തലകുനിക്കുന്നത്, എന്ത് ഇല്ലായ്മ മുഖാന്തരമാണോ പലർക്കും നിന്നെ പരിഹസിക്കുവാനും അപമാനിക്കുവാനും ഒറ്റപ്പെടുത്തുവാനും കഴിയുന്നത്, ആ ഇല്ലായ്മയെ എൻ്റെ ദൈവം നിശ്ചയമായും നീക്കിത്തരും. ആമേൻ, നിങ്ങളായിരിക്കുന്ന ആ ഇല്ലായ്മയെ, നിങ്ങൾ അനുഭവിക്കുന്ന ആ ഇല്ലായ്മ, അതൊരു പക്ഷേ നല്ലൊരു ജോലിയില്ലാത്ത അവസ്ഥയായിരിക്കാം, വരുമാനമില്ലാത്ത അവസ്ഥയായിരിക്കാം, 4 പേർക്ക് മുൻപിൽ ആമേൻ അവരെ വിളിച്ചുകൊണ്ട് പോകുവാൻ കഴിയുന്ന ഒരു വീടില്ലാത്ത അവസ്ഥയായിരിക്കാം, മക്കളുടെ നല്ല വിവാഹം, നല്ല രീതിയിൽ അവരെ വിവാഹം നടത്തുവാൻ കഴിയാത്ത അവസ്ഥയായിരിക്കാം, നല്ല ജോലിയില്ലാത്ത അവസ്ഥയായിരിക്കാം, നല്ല ആരോഗ്യമില്ലാത്ത അവസ്ഥയായിരിക്കാം, ലോകത്തിന് മുമ്പിൽ ക്രെഡിറ്റ് പറയുവാൻ കഴിയുന്ന ശുശ്രൂഷയില്ലാത്ത അവസ്ഥയായിരിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ അനുഭവിക്കുന്ന ആ ഇല്ലായ്മ, നിന്നയ്ക്കും നിരാശയ്ക്കും കാരണമായ ഇല്ലായ്മ, റാഹേലിന്റെ ഉദരത്തെ തുറന്ന് നിന്നയെ നീക്കിയ കർത്താവ് എൻ്റെ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. ആമേൻ, കേൾക്കണമേ. 30:22 പറയുന്നു, ദൈവം റാഹേലിനെ ഓർത്തു. ആമേൻ, കേൾക്ക്. നീ നിന്ദിക്കപ്പെടുമ്പോൾ ആമേൻ, ലോകം ഒരുപക്ഷെ നിന്നെ ഓർക്കത്തില്ല. ആമേൻ, നിന്ദിക്കുന്നവർ ഓർക്കത്തില്ല. നീ നിന്ന് അനുഭവിക്കുന്നത് കേൾക്കുന്നവരും ആമേൻ കേൾക്കാത്തതുപോലെ പോകും. പക്ഷേ എൻ്റെ ദൈവം ഓർക്കും. ആമേൻ, ഇതിനകത്തായിരിക്കുന്ന ഓരോ പ്രിയ സഹോദരങ്ങളോടുമായി പറയട്ടെ, ആമേൻ, എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ നിന്ദിക്കപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അപമാനിക്കപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ തലകുനിക്കപ്പെടുന്നുണ്ടെങ്കിൽ, സഹോദര, നീ ആ കുടുംബത്തിനകത്ത് തലകുനിക്കപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ കേൾക്ക്, എൻ്റെ ദൈവം നിന്നെ ഓർക്കും. ആമേൻ, എൻ്റെ ദൈവം നിന്നെ ഓർക്ക്, എൻ്റെ ദൈവം നിന്നെ ഓർക്ക്. നിന്നയ്ക്ക് കാരണമായ ആ ഇല്ലായ്മയെ എൻ്റെ ദൈവം തീർക്ക്. ഏതവസ്ഥയിൽ നീ നിന്ദിക്കപ്പെട്ടുവോ, ഏത് സാഹചര്യത്തിൽ നീ ഇല്ലായ്മയുടെ അനുഭവത്തിലായിരിക്കുന്നുവോ, ആ ഇല്ലായ്മയെ നീക്കി റാധാര ശഖ, മക്കളില്ലായ്മ മുഖാന്തരം നിന്ദിക്കപ്പെട്ടായിരിക്കുന്ന സഹോദരി ഉദരത്തിൽ കരവച്ച് പ്രാർത്ഥിക്ക്. കർത്താവ് നിന്നയെ നീക്കുവാൻ റാധാര ശഖ ഹൃദയ ശന്ധാരകന. തലമുറയെ കുറിച്ചോർത്ത്, തലമുറകളെ കുറിച്ചോർത്ത്, ഭർത്താവിനെ കുറിച്ചോർത്ത്, ഭാര്യയെ കുറിച്ചോർത്ത്, ഓ റീധാര ശഖ ഹൃദയ ശന്ധാരകന ധീബൽ ബൗഡ ശന്ധോരകന. ആ നിന്നയെ ആമേൻ സ്തോത്രം. ആ ഓ റാധാര ഷിയാറാധനെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ചില നിന്ന എന്ന ആയുധത്തെ ദൈവം തകർക്കുക. ഓ സ്തോത്രം. ആ ആയുധത്തിന് നിന്റെ ജീവിതത്തിൽ പ്രസക്തിയില്ല. ആ ഇല്ലായ്മയ്ക്ക് എൻ്റെ ദൈവം ഈ വർഷം അവസാനം വരുത്തുക. ആമേൻ, ഈ വർഷത്തിൻ്റെ അവസാന നാളുകളിൽ ആ ഇല്ലായ്മയ്ക്ക് ഓ ഷാറിയാധാര ഷഖാരദരെ ശന്ധാരകന ദീപൽ ഭൗഡ ശന്ധോരകന യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ആമേൻ. എനിക്കറിയത്തില്ല ആമേൻ ആരോട് പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക. ആത്മാവിൽ പ്രാർത്ഥിക്കുക. നിന്റെ ചില ഇല്ലായ്മകളെ ഓ സ്തോത്രം യേശുവിൻ നാമത്തിൽ, നീ ആയിരിക്കുന്ന സ്ഥാനത്ത് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മാവിൽ പ്രാർത്ഥിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക. ആ ഇല്ലായ്മയെ എൻ്റെ ദൈവം നീക്കുക. നിന്റെ ജീവിതത്തിൽ നിന്ന് ആ ഇല്ല ഓ ഷാറിധാര ശഖ ഹൃദയ ശന്ധാരകന നിന്നയ്ക്ക് കാരണമായ ഇല്ലായ്മയും അപമാനത്തിന് കാരണമായ ഓ റാധനെ
ഷന്ധാരകന ദീപൽ ഭൗഡ ഷന്ധോരകന യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, യേശുവിൻ നാമത്തിൽ. ആമേൻ, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയരെ, അതുകൊണ്ട് ശത്രുവിൻ്റെ ഇത്യാദിയുള്ള ആയുധങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ പകച്ചു പോകരുത്, പിടച്ചു പോകരുത്. ആമേൻ. കുറ്റം പറയുമ്പോൾ, പരിഹസിക്കുമ്പോൾ, നിന്ദിക്കുമ്പോൾ, അയ്യോ എന്നെ കുറ്റം പറഞ്ഞേ, അയ്യോ എന്നെ പരിഹസിച്ചേ, അയ്യോ എന്നെ കളിയാക്കിയേ, ആമേൻ, സ്തോത്രം എന്ന് പറഞ്ഞ് കരയരുത്. ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ ആഗ്രഹിക്കുന്നു, വേണമെങ്കിൽ എടുത്തോ, ഭാവിയിൽ പ്രയോജനപ്പെടും. ആമേൻ, സ്തോത്രം. ഒന്ന്, ആമേൻ, സ്തോത്രം. കുറ്റം പറയുന്നവൻ ഒരു കുഴപ്പക്കാരനുമല്ല. ആമേൻ, സ്തോത്രം. അവൻ ആരെക്കുറിച്ചാണോ കുറ്റം പറയുന്നത് അവനും ഒരു കുഴപ്പക്കാരനുമല്ല. കുറ്റം കേൾക്കുന്നവനാണ് ഒന്നാമത്തെ കുഴപ്പക്കാരൻ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ആരെങ്കിലും കുറ്റം പറയുന്നത് ഒരു കുഴപ്പമല്ല. ആമേൻ, അതൊരു രോഗമാണ്. ആമേൻ, ഈ കൊറോണ പോലെ കുറെ കഴിയുമ്പോൾ അങ്ങ് പോകുമായിരിക്കും. ആമേൻ, പോയില്ലെങ്കിലും കുഴപ്പമില്ല. ആമേൻ, സ്തോത്രം. ശ്രദ്ധിക്കണമേ. ആമേൻ, ആരെക്കുറിച്ചെങ്കിലും കുറ്റം പറയുന്നുണ്ടെങ്കിൽ അതും ഒരു വിഷയമല്ല. പക്ഷേ ഈ കുറ്റം കേട്ടുകൊണ്ട് നിൽക്കുന്ന ആളുണ്ട്. അങ്ങനെ ആണോ, ആണോ, അങ്ങനെ തന്നെയോ, ശരിയാണോ, ആ സ്തോത്രം. ആമേൻ, ഈ സാധനങ്ങളാണ് ഏറ്റവും വലിയ കുഴപ്പം. ആമേൻ, കുറ്റം ആരെങ്കിലും പറയുന്നത്, ആരെങ്കിലും കുറിച്ച് ആരെങ്കിലും പറയുന്നത്, അവൻ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, ഈ സാധനം കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ? ആമേൻ, സ്തോത്രം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ചിന്തിച്ചോ. ആമേൻ, സ്തോത്രം. ബിയെ കുറിച്ച് സിയോട് ഒരു കഥ പറഞ്ഞു. ആമേൻ, സ്തോത്രം. ആര്? അവൻ ബിയെ കുറിച്ച് സിയോട് ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? ആമേൻ, സ്തോത്രം. ആമേൻ, ബി ശരിയല്ല, ബി ശരിയല്ല. സംഭവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ രണ്ട് വളവുണ്ട്. ബിക്ക് അങ്ങനെയല്ലേ, ഒരു നടുവരയും രണ്ട് ഇത്. അപ്പം എന്നിട്ട് സിയോട് പറഞ്ഞു കൊടുക്കുക, നീ എന്ത് ഭംഗിയാണെടി, ഒരൊറ്റ ചന്ദ്രക്കല പോലെ ഇരിക്കുന്നു. ഈ ആണെങ്കിലോ കോന്ത്രവാലിനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു, എത്ര കോണം പോരാമേ. അപ്പം നമ്മളിത് തിരിച്ചറിയുക. ആമേൻ, സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് കരുതുന്നു. ആമേൻ, സ്തോത്രം. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ആമേൻ, സ്തോത്രം. ഇപ്പോൾ എന്നെക്കുറിച്ച് ഒരാൾ, ആമേൻ, നിങ്ങളുടെ അടുത്ത് ഒരു കുറ്റം പറയുന്നു. അവൻ അങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് കേൾക്കുന്ന ഒരാൾ, ശരിയാണോ, അങ്ങനെ പറഞ്ഞോ? എനിക്കും തോന്നി, ഞാൻ അവിടെ ഇരുന്നപ്പം ചുണ്ടനങ്ങുന്ന പോലെ തോന്നി. ശരിയാണ്, ഈ പ്രസംഗിക്കാനുള്ള ആലോചനകൾ വരുമ്പോൾ അന്യഭാഷയെ പ്രാർത്ഥിക്കുമ്പോൾ ചുണ്ടനങ്ങും. സ്തോത്രം. അപ്പോൾ ഇത് കാണുക ശരി തന്നെ. അവൻ്റെ ചുണ്ട് 4 പ്രാവശ്യമാണെങ്കിൽ അപ്പം നീ പറഞ്ഞ 4 പോയിൻറ്റും ശരി തന്നെ. അവൻ പറഞ്ഞ ദൂതൊന്നും വേണ്ട, പോയിൻ്റാണ് ശരി. അവൻ അപ്പോൾ ഇത് കേട്ട് വിശ്വസിക്കും. ഇപ്പം ഞാൻ എൻ്റെ ഉദാഹരണമാണ് പറഞ്ഞത്. ഈ എയും സിയും ബിയും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വീണ്ടും നിങ്ങൾ 10ാം ക്ലാസ്സിൽ പോകും, പിന്നെ ഞാൻ വടിയെടുക്കേണ്ടി വരും, പിന്നെ എംപോസിഷനായി, പിന്നെ പരീക്ഷയായി, പിന്നെ ഭയങ്കര എന്നെ നിങ്ങൾ പുറത്തു വാക്കും. അമ്മ അതിനേക്കാൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പം ഞാൻ തന്നെ എന്നെക്കുറിച്ച് ഇപ്പോൾ ഒരാളിനോട് വേറൊരാൾ പോയിട്ട് പറയാണ്, അവൻ ശരിയല്ല, അവൻ കുഴപ്പക്കാരനല്ല. അവൻ എന്നെ കേൾക്കുന്ന പ്രിയരെ, ആമേൻ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ടെങ്കിൽ എനിക്ക് മൂന്നാമതൊരാളുടെ ആവശ്യമൊന്നുമില്ല. എനിക്ക് ഇതിനകത്തുള്ള ആരെടുത്തും നിങ്ങൾ എൻ്റെ സ്തോത്രം സഹോദരങ്ങളാണ്, എൻ്റെ അമ്മയപ്പന്മാരാണ്, എൻ്റെ ബന്ധുക്കളാണ്. ഞാൻ അതാ പറഞ്ഞത്, ഞങ്ങൾ ഇതിനകത്ത് വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വരും പോലെയാണ്. ഇന്ന് രാവിലെ അങ്ങനെ ഒരു അമ്മയും അപ്പനും ഇല്ലാത്തതിൻ്റെ വിഷമത്തോടെ ഞാൻ ഇതിനകത്തിരുന്നത്. ആമേൻ, സ്തോത്രം. പ്രിയാങ്കളും ആൻറ്റിയും ഇല്ല, ദൈവം അവരെ സൗഖ്യമാകട്ടെ. അപ്പോൾ ഇത് എൻ്റെ വീട്ടുകാരാണ്. ആമേൻ, ഇതിനകത്തിരിക്കുന്നവരില്ല എൻ്റെ വീട്ടുകാർ. അപ്പോൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഒരു കുഴപ്പവുമില്ല. ആമേൻ, സ്തോത്രം. ആ മരം കയറി, ആ വായാടി, ആ ലെവൽ തന്നെ. ആമേൻ, നമുക്ക് 4 വാക്ക് പറയാനുണ്ടെങ്കിൽ നാക്കിലെ വെള്ളമൊന്നും പറ്റി പോകത്തില്ല. ആമേൻ, സ്തോത്രം. എന്തെങ്കിലും നിങ്ങളോട് പറയാനുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും. ഇത് പറയാനുള്ളൊരു പ്രത്യേക കാരണം കൂടെ ഉണ്ട്. നമ്മുടെ റെജി ബ്രദറും കുടുംബം ഇവിടെ നിന്ന് പിണങ്ങിപ്പോകാനുള്ള കാരണം, ഇപ്പോൾ അവർ പിണങ്ങിയാണ് പോയത്. അവർ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയും. ആദ്യം പറഞ്ഞു, അവർ ഇങ്ങനെ പാസ്റ്റർ പറഞ്ഞു എന്ന് പറയുന്നു. ആമേൻ. അപ്പോൾ ഞാൻ വിജയം കൂടെ ഇരിക്കുമ്പോഴായിരിക്കും പറയുന്നത്. അപ്പോൾ ആരെന്നറിയാമെന്ന് പറയുമ്പോൾ ഞാൻ പറയാം, അറിയണ്ട, അവരാരോ ആവട്ടെ, ഞാൻ എനിക്കറിയാൻ താല്പര്യമില്ല. ആമേൻ. ആദ്യത്തെ തവണ അങ്ങ് പോയി. പക്ഷേ ഞാൻ അറിയാതെ വിജി രാത്രി ഇരുന്ന് ടൈപ്പ് ചെയ്ത്, ആ പോട്ടെ സിസ്റ്റർ, അങ്ങനെയൊന്നുമല്ല പാസ്റ്റർ, അങ്ങനെയൊന്നും പറയില്ല, നിങ്ങൾ വിചാരിക്കും പോലെ അല്ല. അപ്പോൾ അവിടെ ഒന്നും അങ്ങനെ അല്ല, എനിക്കറിയാം, എനിക്ക് വിശ്വാസമാണ്. പിന്നെ അത് പറഞ്ഞെല്ലാം സോൾവ് ആക്കി. ആദ്യത്തെ തവണ ശരിയായി. വീണ്ടും 2ാമത്തെ തവണ ഇത് തന്നെ അവരങ്ങനെ പറഞ്ഞു. അപ്പോൾ പാസ്റ്റർ ഞാനിപ്പം പറയും, ഞാൻ പറയരുത്, അത് നിങ്ങളിൽ തന്നെ, ആ സത്യം നിങ്ങളിൽ തന്നെ ഇരിക്കട്ടെ. സ്തോത്രം. അങ്ങനെ പറയാമെന്നു ഞാൻ പറഞ്ഞു, പറയാൻ സമ്മതിച്ചില്ല. വേണ്ട. വിജി കുറേയൊക്കെ സോപ്പിട്ട് അവരെ കൊണ്ടുവന്നു. ആമേൻ. 3ാമത് ഈ കഴിഞ്ഞ പ്രാവശ്യം അതേ സെയിം ആരോ പറഞ്ഞു, എക്സ് ഓർ വൈ, എവിടെ അവനോ പറഞ്ഞു. ആമേൻ. പറഞ്ഞതും കേട്ടിട്ട് ആമേൻ അടുത്തൊരു ഡയലോഗും കൂടെ, അങ്ങനെ അല്ലെങ്കിൽ പാസ്റ്റർ എന്താ തിരുത്തി തരാത്തത്, എൻ്റെ പട്ടി വരും. ആമേൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയൊക്കെ, അവരോട് വേറെ ആരോ എന്തോ പറഞ്ഞു, ഞാൻ ഇതിൻ്റെ ഇടയിൽ പോയി എന്ത് പറയാനാ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇപ്പം നിങ്ങളോട് നിങ്ങളെക്കുറിച്ച് വേറൊരാൾ എന്ത് പറഞ്ഞു എന്ന് നിങ്ങൾക്കറിയത്തില്ല. നിങ്ങളെന്ത് പറഞ്ഞ
അങ്ങനെ പറഞ്ഞു. അങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് ചോദിക്കുന്നത്? എന്നെ കൊണ്ട് പറ്റത്തില്ല. എനിക്ക് കൂട്ടി ചോദിക്കുന്നതിൻ്റെ ഇടയിൽ നിൽക്കാനും മറ്റുള്ളവർ പറഞ്ഞത് ശരിയാണോ എനിക്ക് പറ്റത്തില്ല. ആമേൻ. അതുകൊണ്ട് തന്നെ അവർ പോയതിൽ എനിക്കൊരു സങ്കടമില്ല. ഇനി അങ്ങനെ വേറെ ആരെങ്കിലും കേട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞോളും, ഞാൻ തിരുത്തി തരുമെന്ന് പറഞ്ഞ് നിങ്ങൾ ചവിട്ടി തൂങ്ങി നിൽക്കണ്ട, പൊയ്യാ പോവേ ഉള്ളൂ. അല്ലാതെ എനിക്കൊരു വിഷമവും എനിക്കിതിൽ പരിഹരിക്കാൻ പറ്റത്തില്ല. അവൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് എനിക്ക് അല്ല ചേട്ടാ ഞാൻ അങ്ങനെ പറയൂല, ഞാനൊരു പാവമല്ലേ, ഇതൊന്നും എന്നെ കൊണ്ട് പറയാൻ പറ്റൂല. അവൻ ഞാൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്തെടുത്ത ഒരു പഴയ KP ഉമ്മറിൻ്റെ രൂപത്തിൽ ഞാൻ നടക്കുന്ന അവൻ എനിക്ക് ചോക്ലേറ്റ് രൂപമൊന്നും അവൻ ശരിയാവത്തില്ല. എനിക്ക് അങ്ങനെ പറയാൻ പറ്റാത്തതുകൊണ്ട് അവൻ. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം. അപ്പോൾ ഇത് എന്നെക്കുറിച്ച് മാത്രം ഞാൻ ഉദാഹരണമാണ് പറയും. നിങ്ങളില്ല ആരെക്കുറിച്ചും വേറൊരാൾ വന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഇത്ര മാത്രം കാര്യമുള്ളൂ. അവർക്ക് വേണം എന്നോട് പറയാമല്ലോ. ആമേൻ. ഞാൻ കേൾക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ എൻ്റെ ഭാര്യയുടെ അടുത്ത് പറഞ്ഞ് എൻ്റെ അടുത്ത് പറയിപ്പിക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ അത് ഞാൻ കേൾക്കാനുള്ള കാര്യമല്ല. ആമേൻ. ഞാൻ കേൾക്കാനുള്ള കാര്യമാണെങ്കിൽ എനിക്ക് ദൈവം എന്ത് തന്നിട്ടുണ്ട്? 2 കാത് തന്നിട്ടുണ്ട്, കണ്ണ് തന്നിട്ടുണ്ട്, ബുദ്ധിയുണ്ട്. എന്നോട് പറഞ്ഞാൽ മതി. ആമേൻ. ബുദ്ധി ഇല്ലാത്ത ആരെങ്കിലും ആണെങ്കിൽ സ്വയം ശരി അവർ പറഞ്ഞാൽ മതി. പക്ഷെ നമുക്ക് ബുദ്ധിയുണ്ട്. നമ്മൾ അതുകൊണ്ട് ആര് പറയുന്നത് ഏറ്റെടുക്കണ്ട. ഞാൻ ഒരു കാര്യം കൂടെ ഉറപ്പിച്ച് പറയാം. ആമേൻ. ഇപ്പോൾ ആ ബി ഞാനാണെങ്കിൽ ആമേൻ, ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് മൂന്നാമതൊരാൾ വന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത്. വിശ്വസിച്ചാൽ തിരുത്താൻ ഞാൻ വരത്തില്ല. ആമേൻ. എനിക്ക് തിരുത്താൻ അറിഞ്ഞുകൂടാ. ഞാൻ വന്ന് തിരുത്തി കഴിഞ്ഞാൽ ഭയങ്കര കുഴപ്പമാകും, ഭയങ്കര പ്രശ്നമാകും. ആമേൻ. അതുകൊണ്ടാണ് പറഞ്ഞത്. ആമേൻ. അങ്ങനെ ഒന്നും നിങ്ങൾ ചിന്തിക്കരുത്. ആമേൻ. സ്തോത്രം. അപ്പോൾ നമ്മൾ എങ്ങനെ ആയിരിക്കണം? ഈ കുറ്റം കേൾക്കുമ്പോൾ മറ്റുള്ളവർ നമ്മുടെ കുറ്റം പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒന്ന് നമ്മളടുത്ത് എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് മറുപടി പറയാം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. ആമേൻ. പ്രിയരെ, നിങ്ങൾ തിരിച്ചറിയുക, നമുക്ക് ഈ ഭൂമിയിൽ സന്തോഷമായിട്ട് ജീവിക്കാൻ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ആമേൻ. ഒന്നാമത്തെ കാര്യം, സന്തോഷമായിട്ട് അനുഭവിക്കാൻ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ആ കുറച്ച് കാര്യങ്ങളെ വെച്ച് കുറച്ച് ദിവസം സന്തോഷമായി ജീവിക്കുക. ഇതാണ് നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നത്. ആമേൻ. അല്ലാതെ മറ്റുള്ളവരെന്ത് പറഞ്ഞു, അവൻ അങ്ങനെ പറയുമോ, അവൻ അങ്ങനെ പറഞ്ഞോ, അവൻ രാത്രി മുഴുവൻ ഉറക്കമില്ലാതെ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതൊരു ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കണം. അങ്ങനെ 4 പേര് എനിക്കെതിരെ പറയാനുണ്ടല്ലോ എന്നുള്ള സമാധാനത്തോടെ നമ്മൾ കിടന്നുറങ്ങണം. ആമേൻ. ഗുണമായിട്ടായാലും ദോഷമായിട്ടായാലും 4 പേര് നമ്മളെക്കുറിച്ച് പറയുന്നല്ലോ എന്നുള്ളൊരു ചിന്ത തന്നെ ഒരു സന്തോഷമാണ്. ആരും പറയാതിരിക്കുന്ന എന്ത് നരകിച്ച ജീവിതമാണെന്ന് ചിന്തിച്ചു നോക്ക്. ആമേൻ. ഒരു പട്ടിയും തിരിഞ്ഞു നോക്കാനില്ല. പക്ഷേ 4 പട്ടി കുരയ്ക്കാനെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പോണ ആ പട്ടിയെങ്കിലും മനസ്സിലായില്ല ഏത്. അതുപോലെ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. ആമേൻ. ആരെങ്കിലും കുറ്റം പറയട്ടെ, ഞാനിവിടെ ജീവനോടെ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായല്ലോ, ഞാനിപ്പോഴും തീർന്നിട്ടില്ലല്ലോ. ആമേൻ. സ്തോത്രം. പ്രിയരെ, നമ്മളത് തിരിച്ചറിയുക. ആമേൻ. സ്തോത്രം. ഇനി സ്തോത്രം, അടുത്തൊരു വിഭാഗമുണ്ട്. എപ്പോഴും നമുക്ക് വരുന്ന അടുത്തൊരു പ്രശ്നമാണ്. ആമേൻ. ഈ കുറ്റം കേൾക്കുമ്പോൾ ആമേൻ, ഈ കുറ്റം കേട്ടാൽ ഇപ്പോൾ വിജി ആമേൻ സ്തോത്രം എൻ്റെ മോനെ കുറിച്ച് എന്നോട് കുറ്റം പറഞ്ഞു. അപ്പോൾ സ്തോത്രം, ഞാൻ എൻ്റെ മോനോട് ചേർത്ത് സഹതാപിച്ചേടാ, എന്നാലും നീ ഇത്രയും നല്ല ചെറുക്കനായ നിന്നെക്കുറിച്ച് അവൾ പറഞ്ഞല്ല ഇങ്ങനെ. സഹതാപം. ആമേൻ. സഹതപിക്കുന്ന കുറേ പേരുണ്ട്. ചിലർക്ക് സഹതാപമാണ്. ആമേൻ. ചിലർക്ക് പാസ്റ്റർ അവിടെ അങ്ങനെ ഇരുന്ന് നോക്കിയപ്പോൾ എനിക്ക് സഹതാപം തോന്നിയെന്ന്. ആമേൻ. വേറെ ചിലർക്ക് പാസ്റ്ററിന് തീറ്റയില്ലാത്തതുകൊണ്ട് സഹതാപം തോന്നിയെന്ന്. ആമേൻ. ഉള്ള ചക്കയും മാങ്ങയും തേങ്ങയും എന്തിനും തോട്ടി കിടക്കുന്ന മീനിനെ വരെ പിടിച്ച് ചുട്ട് നിന്നുകൊണ്ട് കിടന്ന എന്നെക്കുറിച്ച് ഓർത്ത് സഹതാപം. സ്തോത്രം. സ്തോത്രം. നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കുന്നതേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ. ആമേൻ. ഈ സഹതാപം തോന്നുന്നവരൊക്കെ മണ്ടന്മാരാണ്. നമ്മൾ അതിനപ്പുറമാണ്. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. സ്തോത്രം. അങ്ങനെ സഹതപിക്കാനുള്ള ലെവലല്ല. ആമേൻ. സ്തോത്രം. ഇത് ഈ സിപ്പ് ഫയൽ എന്ന് പറയും, കമ്പ്യൂട്ടറിലൊക്കെ ഉള്ള വലിയ 500-600 GB ഉള്ള ഫയലിനെയൊക്കെ വെറും 150 MB ആക്കി കംപ്രസ് ചെയ്ത് വെച്ചേക്കും. അതിനെങ്ങനെ സ്തോത്രം ഏത് സോഫ്റ്റ്വെയറിൽ കയറ്റുമ്പോൾ അത് ഏതിലാണ് സിപ്പ് ഫയലിനെ വലുതാക്കുന്നേ? സിപ്പ് ഫയലിനെ വലുതാക്കുന്ന ഒരു ആർക്ക് പറഞ്ഞുകൂടി? എന്ത് എക്സലിൽ കയറ്റുമ്പോൾ അത് വലുതായി പഴയ രൂപത്തിൽ വരും. ആമേൻ. അതുപോലെയാണ് നമ്മളിങ്ങനെ കംപ്രസ് ചെയ്ത് ചെറുതാക്കി വെച്ചിരിക്കുന്നതേ ഉള്ളൂ. ആമേൻ. സ്തോത്രം. സഹതാപം തോന്നേണ്ട കാര്യമൊന്നുമില്ല. ആമേൻ. സ്തോത്രം. ആമേൻ. അത് പറഞ്ഞത് പറ്റുന്നും കൊണ്ടല്ല, നമ്മളെ ഓർത്ത് സഹതപിക്കുന്ന ഒരു കൂട്ടമുണ്ട്, കുറ്റം പറയുന്ന ഒരു കൂട്ടമുണ്ട്, പരിഹസിക്കുന്ന ഒരു കൂട്ടമുണ്ട്. ഈ ആയുധങ്ങളെ ദൈവം തകർക്കും. ആമേൻ. സ്തോത്രം. ഇതൊന്നും നമ്മുടെ വിഷയമല്ല. എന്നെ കേൾക്കുന്ന പ്രിയർ, നമുക്കൊരു പുതുവർഷം വരാൻ പോകുന്നു. ഇത് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നമുക്ക് മുൻപിലുള്ള പുതുവർഷം നമ്മൾ ഇങ്ങനെ കേട്ടും ഇങ്ങനെ പറഞ്ഞും കളയാനുള്ളതല്ല. നമുക്കാവശ്യം രഹബോത്ത്
നാമത്താണ്. ആമേൻ, സ്തോത്രം. വർധനവിന്റെ രഹോബോത്തുകൾ ഉണ്ടാകണം. ആമേൻ. ചില കുഴികൾ അടച്ചു കളയുമ്പോൾ, പന്ന പിശാചുകൾ ചിലതിനെ നശിപ്പിച്ച് കളയുമ്പോൾ, പുതിയ കുഴികളെ ചില രഹബോത്തുകളെ എൻ്റെ ദൈവം ഇതിനകത്ത് തുറക്കുക. ചില വ്യക്തികളുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുന്ന ചില രഹബോത്തുകൾ ഒരു ആയുധത്തെ കുറിച്ച് കൂടെ പറഞ്ഞു നിർത്തട്ടെ. 4 മന്ത്രവാദം എന്ന ആയുധം ഇനി ഫലിക്കില്ല. സംഖ്യാപുസ്തകം 23 ആ വിചാരം യാക്കോബിന് പറ്റുകയില്ല. ലക്ഷണ വിദ്യ ഇസ്രായേലിനോട് ഫലിക്കുകയില്ല. ആമേൻ, സ്തോത്രം. കേൾക്കണമേ. ആമേൻ. നിങ്ങൾ ഭക്തരാണെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ദൈവം ഉള്ളവരാണെങ്കിൽ, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ള മന്ത്രവാദിയേക്കാൾ വലിയവനാണെന്ന് ചിന്തിക്കുക. ആമേൻ, സ്തോത്രം. അത് ഫലിക്കത്തില്ല. ഒരു മന്ത്രവാദവും ഫലിക്കത്തില്ല. ഒരു ആഭിചാരവും ഫലിക്കത്തില്ല. ദേശത്തിലെ ഒരു മന്ത്രവാദിയും നിന്റെ തകർച്ച കണ്ട് സന്തോഷിക്കത്തില്ല. ദേശത്തിലെ ഒരു ശകുനവാദിയും ഒരു ക്ഷുദ്ര പ്രയോഗനും ഒരു വെളിച്ചപ്പാടനും പ്രവചിക്കുന്ന പ്രവചനമല്ല ദൈവം നിന്റെ ജീവിതത്തിൽ ഈ വർഷം ഒരു രഹബോത്ത് ഒരുക്കും. ചില ആയുധങ്ങളെ തകർത്ത്, നിന്ന എന്ന ആയുധത്തെ തകർത്ത്, അപമാനം എന്ന ആയുധത്തെ യേശുവിൻ നാമത്തിൽ ചില ആയുധങ്ങളെ തകർത്ത് എൻ്റെ ദൈവം രഹബോത്ത് ഒരുക്കുവാൻ പോകുക. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ആമേൻ. ഒരു നിമിഷം ആ നല്ല കർത്താവിനെ കരങ്ങൾ തട്ടി സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. രഹബോത്ത് ഒരുക്കപ്പെടുന്ന കൃപയ്ക്ക് എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നാട്ടെ. റാധേനെ ഷന്ധാരകന ദീപൽ ബൗഡ ഷന്ധോർഗന യേശുവിൻ നാമത്തിൽ ആ രഹബോത്തിനായി ആമേൻ കർത്താവ് ചില ആയുധങ്ങളെ തകർക്കുക. അവരുടെ അസൂയയ്ക്ക് മുമ്പിൽ നീ ഭയപ്പെട്ടു പോകരുത്. ആമേൻ. ചിലത് മൂടിപ്പോയത് കൊണ്ട്, അപ്പനിൽ നിന്ന് കിട്ടിയത് ചിലത് നഷ്ടപ്പെട്ടു പോയത് കൊണ്ട്, പാരമ്പര്യമായി കിട്ടിയ ചിലത് നഷ്ടപ്പെട്ടു പോയത് കൊണ്ട്, ആമേൻ, സ്തോത്രം. യേശുവിൻ നാമത്തിൽ നീ വായടച്ചിരിക്കരുത്. നീ പ്രാർത്ഥിക്കുക. എൻ്റെ ദൈവം രഹബോത്ത് ഒരുക്കുക. നിന്നിൽ അസൂയപ്പെട്ടവർ കാണും വിധത്തിൽ, നിന്നെ അപമാനിച്ചവർ കാണും വിധത്തിൽ, നിന്നെ നിന്ദിച്ചവർ കാണും വിധത്തിൽ എൻ്റെ ദൈവം രഹബോത്ത് ഒരുക്കുക. യേശുവിൻ നാമത്തിൽ ആ രഹബോത്തിന്റെ അനുഭവത്തിലേക്ക് യേശുവിൻ നാമത്തിൽ എല്ലാവരും ഒരുമിച്ച് അധരങ്ങളെ തുറന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചാട്ടെ. യേശുവേ, ആ രഹബോത്ത് എനിക്ക് വേണ്ടി ഒരുക്കണമേ. വർധനവിന്റെ രഹബോത്ത് പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും, ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.